Good afternoon, ma'am. Good afternoon. Okay, start ചെയ്യാം. നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. മെഡിക്കൽ ഇൻഷുറൻസ് ആയിരുന്നു. ഓക്കെ, റെഡിയായോ എല്ലാവരും? റെഡിയാണല്ലോ അല്ലേ? ഓക്കെ, യെസ്. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങുമെന്ന് പറഞ്ഞേ. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. കാരണം ഇൻഷുറൻസ് എന്ന് പറയുന്നതിന്റെ ആ ഒരു എന്താ പറയാ ബെനിഫിറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം നമ്മളിൽ ഭൂരിഭാഗം പേരും. മെജോറിറ്റി എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് അറ്റ്ലീസ്റ്റ് നമ്മൾ എടുക്കുന്ന വണ്ടികൾക്കെങ്കിലും ഇൻഷുറൻസ് ഇല്ലാത്തവരും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ പിന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ഫെമിലിയർ ആയിട്ടുണ്ടാകാം. എന്നാൽ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. മെഡിക്കൽ ദാറ്റ് മീൻസ് ഇഫ് ദർ ഈസ് എനി പ്രോബ്ലം ടു അവർ ഹെൽത്ത് അല്ലെ, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് ചെലവുകൾ, ഹോസ്പിറ്റലൈസ്ഡ് ആയതിന്റെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ചില ചെലവുകളൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇൻഡെംനിഫിക്കേഷൻ കിട്ടാൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം. വെറൈറ്റീസ് ഓഫ് ഇൻഷുറൻസുകളൊക്കെ ഉണ്ട്. എന്തെങ്കിലും വസ്തുക്കളെ മാത്രം ഇൻഷുർ ചെയ്യുന്നത്, അതായത് ഗുഡ്സിനെ, ബിസിനസ്സുകാരാണെങ്കിൽ അവർ ബിസിനസ്സിനെ മൊത്തത്തിൽ എന്ത് ചെയ്യും? ഇൻഷുർ ചെയ്യും അല്ലെ? ഓക്കെ, മൊത്തത്തിൽ ഇൻഷുർ ചെയ്യും. അവരുടെ സ്റ്റോക്ക്, അവരുടെ കയ്യിൽ എന്ത് സാധനത്തിന്റെ ബിസിനസ് ആണ് ചെയ്യുന്നത് ആ കൊമോഡിറ്റീസ് അവരെ ഇൻഷുർ ചെയ്യും അല്ലെ? ആളുകൾ അവരുടെ ലൈഫിൽ എടുക്കുന്ന ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട് അല്ലെ? അങ്ങനെ ഒത്തിരി ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചാണ്. സോ ബിഫോർ സ്റ്റഡിങ് ദ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ കൃത്യമായിട്ട് കിടക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു ലേൺ സം ടേംസ് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ഇൻഷുറൻസ്. നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പുതിയ ടേമുകളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ട് വരാവുന്ന വാക്കുകൾ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഇടയിൽ ഉപയോഗിക്കേണ്ടി വരും. ആ വാക്കുകളൊക്കെയാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഏത് ടേംസ് ആണ് അല്ലെ? ആ ടേംസുകളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിയാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു പേജ് അങ്ങനെ തന്നെ ഫുള്ള് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി ടേംസ്, പുതിയത് നമ്മൾ പഠിക്കുന്ന ഈ ടേമുകൾ എല്ലാം തന്നെ പല പ്രാവശ്യം എന്താ പറയുക എക്സാംസിന് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഓരോ പോയിന്റ് കഴിയുമ്പോൾ ഇത് അണ്ടർലൈൻ ചെയ്യുന്നൊന്നും പറയില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഫസ്റ്റ് ടേം ഈസ് ഹെൽത്ത് ഇൻഷുറൻസ്. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് ദ ഇൻഷുറൻസ് വിച്ച് മീറ്റ്സ് ദ മെഡിക്കൽ എക്സ്പെൻസസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ സം ഡിസീസസ് ഓർ ആക്സിഡന്റ്സ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങള് അല്ലെങ്കിൽ അപകടങ്ങള് ഇതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്ന ഇൻഷുറൻസിനെയാണ് നമ്മള് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. അതായത് നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നു, ആശുപത്രി പോകേണ്ടി വന്നു, അല്ലെങ്കിൽ കിടന്ന് ചികിത്സിക്കേണ്ടി വന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഒത്തിരി ചെലവുകളൊക്കെ ഹോസ്പിറ്റൽസിൽ വരുന്നുണ്ട്, മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ. അപ്പൊ അത് മീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇൻഷുറൻസിനെയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത്. സോ ദ ഫസ്റ്റ് ടേം, ആദ്യത്തെ ടേം നമ്മൾ പഠിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് മീറ്റ്സ് ദ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡന്റ്സ്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് there are mainly two parties. ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്ന എഗ്രിമെന്റില് പ്രധാനമായിട്ടും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. രണ്ട് വ്യക്തിയോ അല്ലെങ്കിൽ സംഘടനകളോ അല്ലെങ്കിൽ ബിസിനസ്സോ എന്തൊക്കെ ആവട്ടെ, there are mainly two parties connected in ഇൻഷുറൻസ്. ഒരു ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, മറ്റേത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആയാലും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പാർട്ടീസ് ആണുള്ളത്, രണ്ട് വ്യക്തികളാണുള്ളത്. ആൻഡ് ദേ ആർ ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ.
ആരൊക്കെയാണ്? ഇൻഷുവേർഡും ഇൻഷുററുമാണ്. ഇൻഷുറർ ആരൊക്കെയാണ് വരുന്നത് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഇൻഷുവേർഡ്. ഇൻഷുവേർഡ് is the person or business who gets compensated if any loss occur. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടസാധ്യത ഉണ്ടാകുമ്പോൾ അതിന് കോമ്പൻസേഷൻ കിട്ടേണ്ട വ്യക്തിയോ ബിസിനസ് സ്ഥാപനമോ അതാണ് ആരെന്ന് വിളിക്കുന്നത്? ഇൻഷുവേർഡ് എന്ന് വിളിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ ഓർ ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോ ഒരുവിധം ആളുകൾക്ക് അറിയാമായിരിക്കാം. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഇൻഷുറൻസിന്റെ ഭാഗമാണ്, എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഏത് ഇൻഷുറൻസ് എടുത്താലും they have their own terms and conditions. എല്ലാ ഇൻഷുറൻസ് പദ്ധതികൾക്കും അതിൻ്റെതായ ടേംസും കണ്ടീഷൻസ് ഉണ്ട്, അതിന്റെ വ്യവസ്ഥകളുണ്ട്. അപ്പൊ ആ വ്യവസ്ഥകൾക്ക് എന്താ പറയാ ബേസ്ഡ് ആയിട്ടായിരിക്കും ഓരോ ഇൻഷുറൻസും കവറേജ് കൊടുക്കുന്നത്. ഇൻഷുറൻസ് കമ്പനിക്കാര് അതിന്റെ കവറേജ് കൊടുക്കുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടാകുമ്പോൾ ആ ഇൻഷുറൻസിന്റെ ആ എമൗണ്ട് കോമ്പൻസേഷൻ അവർക്കുണ്ടാകുന്ന മെഡിക്കൽ ചെലവുകളോ അല്ലെങ്കിൽ മറ്റു ചെലവുകൾ എന്തൊക്കെയാണോ ആ കവറേജിനകത്ത് വരുന്നത് അതെല്ലാം കിട്ടേണ്ട വ്യക്തി, കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടേണ്ട വ്യക്തി അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ എടുക്കും. മൊത്തത്തില് അവരുടെ മൊത്തം ബിസിനസിന്റെ പേരിൽ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ പേരിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ ബിസിനസ്സും ഒക്കെ കയറി വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ വ്യക്തികൾക്കോ ബിസിനസ്സുകൾക്കോ അവർക്കുണ്ടാകുന്ന ഏതെങ്കിലും ഒരു നഷ്ടത്തില് കോമ്പൻസേഷൻ കിട്ടുന്നു. ആ കിട്ടുന്നവര് ആയതുകൊണ്ട് അവരെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഷുവേർഡ് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോ ഏതെങ്കിലും ഒരു ഇൻഷുറൻസിന്റെ ഭാഗമാണെങ്കിൽ, സോ ഇഫ് ഐ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി കൈൻഡ് ഓഫ് ഇൻഷുറൻസ്, ഏതെങ്കിലും ഇൻഷുറൻസ് പദ്ധതിയിൽ പങ്കാളിയാണ് ഞാനെങ്കിൽ ഞാനാണ് അതിനകത്ത് ഇൻഷുവേർഡ്. ബിക്കോസ് എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറിയോ ഡിസീസോ ഉണ്ടായി കഴിയുമ്പോൾ എനിക്കാണ് അതിന്റെ പൈസ കിട്ടേണ്ടത്. അപ്പൊ ഞാൻ ഇൻഷുവേർഡ് ആണ്. ആൻഡ് ഹു ഇസ് ദ ഇൻഷുറർ? ഇൻഷുറർ ഈസ് ദ കമ്പനി ഹു പേസ് ദ കോമ്പൻസേഷൻ ഇഫ് സച്ച് ലോസ് ഓക്കർ. അത്തരം നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നഷ്ടത്തിന് പരിഹാരം കൊടുക്കുന്ന കമ്പനി, that means the insurance company. ആരാണ്? ഇൻഷുറൻസ് കമ്പനി. അവരെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുക. Insurer is the company which pays the compensation if any loss occur. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കൊടുക്കുന്ന, നഷ്ടപരിഹാരം കൊടുക്കുന്ന ആ ഒരു കമ്പനിയെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുക. ആ ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. സോ രണ്ട് പാർട്ടീസ് ആണ് നമ്മുടെ ഇൻഷുറൻസിന്റെ അഗ്രിമെന്റിൽ വരുന്ന രണ്ട് പാർട്ടീസ് ആണ് ഇൻഷുവേർഡും ഇൻഷുററും. ഇൻഷുർഡ് എന്ന് പറയുന്നത് ഗെറ്റ്സ് കോമ്പൻസേറ്റഡ്, കോമ്പൻസേഷൻ കിട്ടുന്നവരും ഇൻഷുറർ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ കൊടുക്കുന്നവരും. മനസ്സിലായോ? എന്താണ് മനസ്സിലായോ? ഇൻഷുർഡും ഇൻഷുററും മനസ്സിലായോ? ആദ്യത്തെ ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആണല്ലോ? വേഗം ഒന്ന് പറയാ കേട്ടോ. ക്ലിയർ ആയെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ പറയാം, മിസ് ഒന്നുകൂടി പറയാന്ന്, അല്ലെങ്കിൽ സമയം പോകും വെറുതെ. അപ്പൊ ഇല്ലേ ഈ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് മക്കളെ, ഒന്ന് തിരുത്തായേ. അതായത് ഞാൻ പറയാം, the insured is the person or business that gets compensated if the loss occurs. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാമോ? occur എന്ന് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. അതിനുശേഷം ഒരു ഈസ് നോൺ ആസ് ദ എന്ന് പറയുന്ന കുറച്ച് ഫ്രേസ് അവിടെ കിടക്കുന്നുണ്ട്, ഒരു ഫ്രേസ് കിടക്കുന്നുണ്ട്, അതൊന്നും വെട്ടിയേക്കാം, അത് വേണ്ട, ആവശ്യമില്ല. ഈസ് നോൺ ആസ് ദ എന്നുള്ളത് വെട്ടിയേക്കാം. ക്ലിയർ? If the loss occur വരെ മതി. ഇൻഷുർഡ് എന്ന് പറയുന്ന ആളെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ലോസ് ഒക്കർ വരെ മതി. എന്തെങ്കിലും നഷ്ടമുണ്ടാകുമ്പോൾ ആ നഷ്ടത്തിന് പരിഹാരം കിട്ടേണ്ട, ലഭിക്കേണ്ട വ്യക്തിയെയോ സ്ഥാപനത്തെയോ ആണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഷുർഡ് എന്ന് വിളിക്കുക. അവിടെ തീർന്നു അത്. ആൻഡ് നെക്സ്റ്റ് സെന്റൻസ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത് ദ വേർഡ് ഇൻഷുറർ. അടുത്ത സെന്റൻസ് തുടങ്ങുന്നത് ഇൻഷുറർ എന്ന് തുടങ്ങിയാണ്. ഇൻഷുറർ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പും ഇല്ല, ഈസിന്റെ ഐ ക്യാപിറ്റൽ ലെറ്ററും ഇല്ല, സ്മോൾ ലെറ്റർ ആക്കുക. ഈസ് കഴിഞ്ഞിട്ട് സോറി ഇൻഷുറർ കഴിഞ്ഞിട്ട് കുത്ത് വേണ്ടാന്ന്, കുത്ത് ഫുൾ സ്റ്റോപ്പ് വേണ്ട, ഈസിന്റെ ഐ ക്യാപിറ്റൽ ലെറ്ററും വേണ്ട. ഇൻഷുറർ ഈസ് ദ കമ്പനി that agrees to pay the compensation. ക്ലിയർ ആയോ? തിരുത്തിയല്ലോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാൽ ഒരു ഐഡിയ കിട്ടില്ല. സെന്റൻസിന്റെ സ്ട്രക്ചർ ഒക്കെ മാറിപ്പോയി. അത് ആ ഒരു എന്താ പറയാ, ഈസ് നോൺ ആസ് ദ എന്ന് പറഞ്ഞ് എവിടെന്നോ കയറി വന്നതുകൊണ്ട് ആ സ്ട്രക്ചർ ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്. ഓക്കെ, കറക്റ്റഡ്? യെസ്. ഇനി വീണ്ടും അപ്പൊ നമ്മൾ ഇൻഷുററും ഇൻഷുർഡുമാണ് ഒരു ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ, രണ്ട് പാർട്ടീസ്. അപ്പൊ ഇൻഷുർഡും ഇൻഷുർഡും. ഇനി ഈ ഇൻഷുർഡ് എവിടെ നിന്നാണ് ഈ കോമ്പൻസേഷൻ കൊടുക്കണം? ഇൻഷുറൻസ് കമ്പനി. ഫോർ ദാറ്റ് വി ഹാവ് ടു പേ റെഗുലർലി, മന്ത്ലി
term in terms of quarterly, half yearly or yearly. ഇങ്ങനെ മാസത്തിലോ അല്ലെങ്കിൽ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിട്ടോ ഒരു വർഷത്തിലോ ഒരു ചെറിയ എമൗണ്ട്, ചെറുതോ വലുതോ, ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ സം അഷ്വേർഡ്. എത്ര രൂപയുടെ പോളിസിയാണോ നമ്മൾ എടുക്കുന്നത്? LIC ഒക്കെ എടുത്തിരിക്കുന്നവർക്ക് അറിയാം, ഇത്ര രൂപ എന്ന് പറയും. ഒരു പീരീഡ് ഓഫ് ഡ്യൂറേഷൻ തന്നിട്ടുണ്ടായിരിക്കും, 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്ക്. കൊച്ചുകുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ജനിക്കുമ്പോൾ പണ്ടൊരു കാലത്ത് അങ്ങനെയൊക്കെയാണ് ആളുകൾ എടുത്തിരുന്നത് അല്ലെ. അതിന് ആ കുട്ടിക്ക് ഒരു 20 വയസ്സ് ആകുന്നത് വരെ. അപ്പൊ ആ ഒരു ടേം പീരീഡ് 20 വർഷം. അപ്പൊ ഒരു സം അഷ്വേർഡ് പറയുന്നുണ്ട് 1 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം. അതൊക്കെ നമ്മൾ എടുക്കുന്ന സം അഷ്വേർഡ് എത്രയാണോ അതിന്റെ ആ സം അഷ്വേർഡിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ദ പ്രീമിയം വിച്ച് ഹാവ് ടു ബി പെയ്ഡ് ഈസ് ഓൾസോ ഇൻക്രീസ്ഡ്. അതനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന, അടയ്ക്കേണ്ടി വരുന്ന കാശും കൂടുതലായിരിക്കും. അതങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ റെഗുലർ ആയിട്ട് മന്ത്ലിയോ അതുപോലെ നമ്മൾ അടയ്ക്കുമ്പോൾ ആ അടയ്ക്കുന്ന പൈസയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കും? പ്രീമിയം എന്ന് വിളിക്കും. ഇതിന്റെ ബേസിസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനി ആ പൈസ അവിടെ കിടന്ന് അതിന്റെ എന്താ പറയാ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് അത് മാറുമല്ലോ. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ കൂടി ചേർത്തിട്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനി റൺ ചെയ്തു പോകുന്നത്. കാരണം അവർക്കും ഒരു ബിസിനസ് ആണ് ഇൻഷുറൻസ് കമ്പനികളും ചെയ്യുന്നത്. അപ്പൊ അത് ബിസിനസ്സിനോടൊപ്പം ഇറ്റ്സ് എ സർവീസ് ടു ദ പബ്ലിക്. തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്കുള്ള ഒരു സേവനം കൂടിയാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പലതും നമ്മളിലേക്ക് വരാറുണ്ട്. ഇന്നത്തെ കാലത്ത് വി കനോട്ട് പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ. നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെ. തൊട്ടടുത്ത നിമിഷത്തോടെ ഇത് വാങ്ങുക അതിങ്ങനെയൊക്കെ എന്ന് പറയുന്നുണ്ട്. അടുത്ത മിനിറ്റിൽ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ്സിൽ വാട്ട് വിൽ ഹാപ്പൻ ഐ കാൺട്ട് പ്രെഡിക്റ്റ്. എനിക്ക് മനസ്സിലാവില്ല, അതിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില ഇവന്റുകൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇൻ ദ ഫോം ഓഫ് ആക്സിഡൻസ് ഓർ ഇൻ ഡിസീസസ് അല്ലെ. ഡിസീസസ് ആണ്, മാരകമായ രോഗങ്ങളോ അല്ലെങ്കിൽ പല ആക്സിഡന്റുകളോ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി എ ലോസ് ടു അവർ ഫാമിലി ഓൾസോ അല്ലെ. നമ്മളെ സംബന്ധിച്ച് നമുക്കുണ്ടാകുന്ന ആ ഒരു വലിയ ഇത്തരം ഇൻസിഡന്റുകളൊക്കെ നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ചും വലിയ നഷ്ടങ്ങളാണ് വരുത്തി വയ്ക്കുക. എങ്ങനെ ഫിനാൻഷ്യൽ നഷ്ടങ്ങൾ ഇഷ്ടംപോലെ വരൂലേ? കാരണം നമ്മളെ ചികിത്സിക്കണം അല്ലെ. ഇപ്പൊ ഞാൻ മാത്രമാണ് എന്റെ ഫാമിലിയിൽ ഒരു ഇൻകം നേടുന്ന ഒരാളെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള വലിയ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? എന്റെ ഫാമിലിക്ക് അതൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് തന്നെയായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരും നേരിടേണ്ടി വരും അല്ലെ. ശുശ്രൂഷിക്കണം, എനിക്ക് വേണ്ട ചികിത്സകൾ തരണം. അപ്പൊ അവിടെ എവിടെ പോയിട്ട് ഇതാക്കും? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അത്തരം അൺസെക്യൂർഡ് ആയിട്ടുള്ള അൺസേഫ് ആയിട്ടുള്ള ഈ പറയുന്ന ഓരോ സിറ്റുവേഷൻസിനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യത്തിലുള്ള ഇതുപോലുള്ള ചില ഇൻഷുറൻസ് പദ്ധതികളുടെ ഭാഗമാകുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ചെറിയതോ വലുതോ ഏതാണോ അത് അവരുടെ കണ്ടീഷൻസ് അനുസരിച്ച് ഒരു എമൗണ്ട് നമ്മളിങ്ങനെ നിശ്ചിതമായിട്ട് അടച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്ന പൈസയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീമിയം. അപ്പൊ അവിടെയും ഒരു ചെറിയ ഒരു കൂട്ടിച്ചേർക്കലുണ്ട്. മണി that is paid by the insured to the insurer is called the premium. Is called the premium എന്ന് എഴുതി ചേർക്കാൻ വയ്യാത്തത് ഫുൾ സ്റ്റോപ്പ് ഇല്ലാണ്ട്. The money that is paid by the insured to the insurer is called the premium. ഇതൊക്കെ പുതിയ പുതിയ ടേമുകളാണ്. ഇൻഷുറൻസിന്റെ അകത്ത് വരുന്ന പുതിയ പുതിയ എന്താ പറയാ പുതിയ വാക്കുകളാണ്. ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൂട്ടിച്ചേർക്കേണ്ടി വരും. ഓക്കെ, ഈസ് കോൾഡ് പ്രീമിയം. ഏത് ചേർത്തോ എല്ലാവരും? അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. കൂടുതൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മൾ അറിയാവുന്ന കുറെ ടോപ്പിക്കുകളൊക്കെയാണ് ഇതൊക്കെ അല്ലെ. അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. പഠിച്ചപ്പെട്ടാത്ത കുറെ ചാപ്റ്റേഴ്സുമായിട്ട് വളരെ നീണ്ട ചാപ്റ്റേഴ്സുമായിട്ടാണ് ഞാൻ എപ്പോഴും വരാറ്. ഇതും ഇച്ചിരി പേജസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അത് സിമ്പിളാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ്, അതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് രണ്ട് പാർട്ടീസ് എന്തെന്ന് പറഞ്ഞു? ഇൻഷുർഡും ഇൻഷുററും. അപ്പൊ ഇൻഷുർഡ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു, ഇൻഷുറർ ആരാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നാലാമത്തെ ടേം പറഞ്ഞത് പ്രീമിയം ആണ്. പ്രീമിയം ഇസ് ദ മണി വിച്ച് ഇസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ. ഇൻഷുറൻസ് കമ്പനി അതായത് ഇൻഷുറർക്ക് ഇൻഷുർഡ് അടച്ചുകൊണ്ടിരിക്കുന്ന തുകയെ, എമൗണ്ടിനെ, മണിയെ നമ്മൾ എന്ത് വിളിക്കും? പ്രീമിയം എന്ന് വിളിക്കും. ഇത്ര പേര് ക്ലിയർ ആണല്ലോ. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്? അതെന്ന് പറയുന്നത് എന്താ? മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്ന ഇൻഷുറൻസ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, ദാറ്റ് ഈസ് ദ ഇൻഷുറർ ആൻഡ് ദ ഇൻഷുർഡ്, ദാറ്റ് മീൻസ് ദ ബിസിനസ് ഓർ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്. അതായത് നമുക്കറിയാം ഒരു ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഒരു കരാറാണ്. അതാണ് കരാറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ആരൊക്കെ തമ്മിലായിരിക്കും കരാറ്? ഇൻഷുറും ഇൻഷുററും. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയും, ഇൻഷുർ എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഗ്രൂപ്പോ.
ഇപ്പൊ ഇല്ല എന്തായാലും ഗ്രൂപ്പ് അവിടെ കയറുന്നതിന് വീണ്ടും നിങ്ങൾക്ക് സംശയം വരാം. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എന്റെ പേരിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അത് ഒരു ഇൻഡിവിജ്വൽ പോളിസിയാണ്. അതിന്റെ ബെനിഫിറ്റ് എനിക്ക് എന്നാണ് കിട്ടുക അല്ലെ. എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ വേറെ ആക്സിഡന്റോ അല്ലെങ്കിൽ മരണമൊക്കെ വരികയാണെങ്കിൽ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് എന്റെ കുടുംബത്തിന് അതിന് കിട്ടുന്നു എന്നുള്ളതാണ്. ഏതാണ് വിച്ചവർ കംസ് ഏർലിയർ, ഏതാണോ ആദ്യം നടക്കുന്നത്, അതാണ് ലൈഫ് ഇൻഷുറൻസിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെയുള്ള പോളിസീസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അവരവിടെ ഒരു കരാറിൽ നമ്മൾ ഏർപ്പെടുകയാണ്. ആരൊക്കെ തമ്മിൽ? ഇൻഷുർഡ് എന്ന് പറയുന്ന ഞാനും ഇൻഷുറൻസ് കമ്പനിയും. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലും ആകാം. ആ ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഇപ്പൊ ചില ബിസിനസ്സിനകത്തൊക്കെ ചില ഏതെങ്കിലും തരത്തിലുള്ള ചില ബിസിനസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് പ്ലേസിലോ ജോലി സ്ഥലത്തോ ചില ആളുകൾ ചെയ്യുന്ന ജോലി ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ജോലികളായിരിക്കാം. മീൻസ് ഇപ്പൊ ചില ഫാക്ടറീസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആരോഗ്യം ആലോചിക്കുകയും അവര് അവിടെ ഉണ്ടാകുന്ന കുറെ പോയിസണസ് ആയിട്ടുള്ള ഫ്യൂംസ് ഒക്കെ ഇങ്ങനെ ശ്വസിച്ച് ഇൻഹെയിൽ ചെയ്ത് പല ഡിസീസസും അവർക്ക് വന്നുകൂടാൻ സാധ്യതയുണ്ട്. ചില എന്താ പറയാ ഭയങ്കര എന്താ പറയാ ആക്സിഡന്റിൽ സംഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്താ പറയാ നമ്മുടെ പവർ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാര്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡയറക്ട്ലി അതുമായിട്ട് എപ്പോഴും അതുമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വല്ല മെഷീനറീസ് പ്രവർത്തിപ്പിക്കുന്ന ഭയങ്കര അപകട സാധ്യത നിറഞ്ഞ മെഷീനറീസ് പ്രവർത്തിപ്പിക്കുന്ന എംപ്ലോയീസ് അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര റിസ്ക് ഫാക്ടർ കൂടുതലാണ് അവരുടെ ജോലിയിൽ. അപ്പൊ അങ്ങനെയുള്ളവരുടെ പേരിൽ എംപ്ലോയർ തന്നെ എന്ന് വെച്ചാൽ ആ ജോലി വർക്കിന്റെ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥനാരാണ് അവരെല്ലാം ഗ്രൂപ്പ് ആ എത്ര പേരുണ്ടോ അതിനകത്ത് ഒരു ഗ്രൂപ്പില് അവരുടെ പേരിലും പോളിസീസ് എടുക്കും. എന്തിനാണെന്നറിയോ? അതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഈ പറയുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റലി അവിടെ എന്തെങ്കിലും സംഭവിച്ചാലോ അപ്പൊ ഒത്തിരി പൈസയൊക്കെ ഇവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊടുക്കേണ്ടി വരും. കാരണം വർക്ക് പ്ലേസിൽ വെച്ചിട്ട് എംപ്ലോയിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആൻഡ് ദ എക്സ്പെൻസസ് ഷുഡ് ബി മെറ്റ് ബൈ ദ എംപ്ലോയർ ഇറ്റ്സെൽഫ് അല്ലെ. എംപ്ലോയർ ആണ് അതിന്റെ ചെലവുകളെല്ലാം തന്നെ വഹിക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഫിനാൻഷ്യൽ ലോസ് ആയിട്ട് ഒരു ബിസിനസിനെ ബാധിക്കും. സാമ്പത്തികമായിട്ടുള്ള ചില നഷ്ടങ്ങളൊക്കെ അപ്പൊ എംപ്ലോയർ സഹിക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എംപ്ലോയർക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ പേരിലൊക്കെ ഗ്രൂപ്പായിട്ട് 1-2-3 പേരുടെ എംപ്ലോയീസ് എത്ര പേരുണ്ട് അവരുടെയൊക്കെ ഗ്രൂപ്പായിട്ട് ഒരു ജോയിന്റ് ലൈഫ് പോളിസി ഒക്കെ എടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവിടെ ഒരു ഗ്രൂപ്പ് കയറി വന്നേക്കണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോ ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ്. അപ്പൊ ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് which agrees to pay a specific amount which is covered by a particular premium. ഒരു നിശ്ചിത പ്രീമിയം ഇങ്ങനെ അടച്ചടച്ച് അതിന്റെ ബേസിസിൽ കവറേജ് കൊടുക്കാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഇൻഷുർഡിനോട് ഇൻഷുറർ നടത്തുന്നു. ആ എഗ്രിമെന്റിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി മനസ്സിലായോ? Sentence is an agreement between an insurer and an individual or group in which insurer agrees to provide specific health insurance cover at a particular premium. അതിന് നിങ്ങളൊരു പർട്ടിക്കുലർ പ്രീമിയം അടയ്ക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ആ പ്രീമിയത്തിന്റെ പുറത്ത് അപ്പോഴാണ് നമ്മളൊരു ഇൻഷുറൻസിലെ ഭാഗമാകുക. ഓക്കെ, ആ ഒരു പ്രീമിയം അടയ്ക്കുന്നതിന്റെ ബേസിസിൽ നമുക്കുണ്ടാകുന്ന ഇത്തരം എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാമെന്ന് ഇൻഷുറർ നമുക്ക് വാക്ക് തരുന്നു, കരാർ ഉറപ്പിക്കുന്നു. ആരുമായിട്ട്? ഇൻഷുർഡുമായിട്ട്. അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് വേറെ പറഞ്ഞു, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണെന്നും വേറെ പറഞ്ഞു. 5ാമത്തെ ടേമാണ് ഇതൊക്കെ പഠിച്ചത്. നെക്സ്റ്റ് അടുത്ത ടേം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാ? അടുത്തതാണ് ക്ലെയിം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ക്ലെയിം? ക്ലെയിം ഈസ് എ റിക്വസ്റ്റ് which is made by the insured to the insurance company or the insurer to pay the loss covered by a policy. അതായത് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഇൻസിഡന്റ് നടന്നു, ഒരു അസുഖം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നു, അപ്പോഴും ആശുപത്രിയിലായി, നമുക്ക് ഒരുപാട് ചെലവുകൾ വന്ന് ഇത് നമ്മൾ ആരെ അറിയിക്കണം? ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു നോട്ടീസ് ടു ദ ഇൻഷുറൻസ് കമ്പനി. നമുക്ക് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുത്ത ആളുകൾ അത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്നതിനാ വന്ന് കണ്ടിട്ട് നമ്മളെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണോ? ഓറഞ്ച് ആപ്പിളൊക്കെ ആയിട്ട് വരാനാണോ? തീർച്ചയായിട്ടും അല്ല. അപ്പൊ നമുക്ക് ദയ കിട്ടാൻ എനിക്ക് ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട്, അപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ ഇത്രയൊക്കെ ചെലവുകൾ വരുന്നുണ്ട്, അപ്പൊ അത് മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഒരു പോളിസി എടുത്തിരിക്കുന്നതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസുമായിട്ടുള്ള പോളിസി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ നടത്തുന്ന റിക്വസ്റ്റ്, ആ പേയ്മെന്റിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ അപേക്ഷ,
അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് വിളിക്കുക. അപ്പൊ ഞാൻ ഒരു പോളിസി എടുത്തിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏതെങ്കിലും പോളിസി ഉള്ള ആളാണ്, എനിക്ക് എന്തെങ്കിലും വയ്യായ്മ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അവിടെ ഒരുപാട് ചെലവുകൾ വരും. ഓരോ ആശുപത്രിയിലേക്ക് കയറി നമ്മൾ കാലെടുത്ത് വെച്ചാൽ നമുക്കറിയാം ഉണ്ടാകാവുന്ന ചെലവുകളൊക്കെ അല്ലെ. അപ്പൊ ഈച്ച് ആൻഡ് എവറിത്തിങ്ങിന് അവിടെ ബില്ലുകൾ വരും. അപ്പൊ ആ ബില്ലുകളുടെ പേയ്മെന്റുകളൊക്കെ അവിടെ ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കാം. അതാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കണ്ടീഷൻസ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഇത് അറിയിക്കണം ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന്. അല്ലാതെ അവർക്ക് അറിയാൻ പറ്റില്ല, നമ്മളത് നോട്ടിഫൈ ചെയ്യണം അവർക്ക്. ആ ഒരു പേയ്മെന്റ് തരിക, അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ നഷ്ടം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. ആ അറിയിക്കലാണ് എനിക്ക് ലോസിനെ കവർ ചെയ്ത് തരണം, കോമ്പൻസേറ്റ് ചെയ്ത് തരണം എന്നുള്ള ആ ഒരു അറിയിക്കൽ, ആ ഒരു അപേക്ഷ സമർപ്പിക്കലാണ് എന്ന് വിളിക്കുക, ക്ലെയിം എന്ന് വിളിക്കുക. ക്ലെയിം a person's request for payment by an insurer for a loss covered by a policy. ഒരു എടുത്തിരിക്കുന്ന പോളിസിയുടെ കവറേജിൽ വരുന്ന പേയ്മെന്റുകൾ എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുററിനോട് നടത്തുന്ന ഒരു അപേക്ഷ, ഒരു വ്യക്തിയുടെ അപേക്ഷയാണ് ക്ലെയിം എന്ന് വിളിക്കുക. Any doubt? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലെയിം എന്താണെന്ന് ലാസ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ മൗനം സമ്മതമാണ്. ഞാൻ കുറച്ചു നേരം 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു റിപ്ലൈക്ക് വേണ്ടി. അപ്പൊ ഈ ക്ലെയിം പ്രധാനമായിട്ടും 2 രീതിയിലാണ്. 2 തരം ക്ലെയിം ഉണ്ട്. 2 രീതിയിൽ എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് ക്ലെയിം ചെയ്യാമെന്നല്ല, ഈ 2 കാര്യങ്ങൾ ക്ലെയിമിനകത്ത് പെടുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം ആൻഡ് തേർഡ് പാർട്ടി ക്ലെയിം. ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിം. അപ്പൊ അതെന്തുകൊണ്ട് അവിടെ ഒരു തേർഡ് പാർട്ടി വരുന്നു? സെക്കൻഡ് പാർട്ടി ആയിരുന്നില്ലേ സ്വാഭാവികമായിട്ടും വരണ്ടേ? തീർച്ചയായിട്ടും അല്ല. ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നില്ലേ, അതിനകത്ത് ഫസ്റ്റ് പാർട്ടി ഈസ് ദ ഇൻഷുർഡ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. ആരായാലും ആരെങ്കിലും അവരുടെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോളിസി എടുക്കുന്ന ആളാണ് ഫസ്റ്റ് പാർട്ടി. ഇൻഷുർഡ് എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് പാർട്ടി. ആൻഡ് സെക്കൻഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനി ഇറ്റ്സെൽഫ്. ഇൻഷുറൻസ് കമ്പനിയാണ് അവിടുത്തെ സെക്കൻഡ് പാർട്ടി. അപ്പൊ പിന്നെ ആരാണ് തേർഡ് പാർട്ടി? അത് വഴിയേ വരും. നമുക്ക് ആദ്യം തന്നെ സെക്കൻഡ് പാർട്ടി എന്തുകൊണ്ട് അവിടെ വന്നില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പാർട്ടി ആരാണെന്ന് മനസ്സിലായല്ലോ? ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആള്, അതായത് ആ കോമ്പൻസേഷൻ കിട്ടേണ്ട ആള്, അതാണ് ഫസ്റ്റ് പാർട്ടി. സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. തേർഡ് പാർട്ടി ആരാണെന്ന് വഴിയെ പറയാം. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്താണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം? ദ ക്ലെയിംസ് മെയ്ഡ് ബൈ അവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. ഞാൻ എന്റെ തന്നെ ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ആവശ്യപ്പെടുമ്പോൾ, റിക്വസ്റ്റ് വെക്കുമ്പോൾ, എനിക്ക് ഇന്ന ചെലവുകളൊക്കെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഇത് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് റിക്വസ്റ്റ് വെക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കും. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് നടക്കുന്നത് അല്ലെ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്നു. അവർ വന്ന് എന്റെ അസുഖത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടോ അവിടുത്തെ ബില്ലുകളോ മറ്റൊക്കെ ശേഖരിച്ചിട്ടായിരിക്കും അതിന്റെ പേയ്മെന്റ് അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് ചോദിക്കുന്നു. അവർ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന്റെ പേയ്മെന്റുകൾ എത്രയാണെന്ന് വെച്ചാൽ അത് അടയ്ക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ഇനി എന്താണ് തേർഡ് പാർട്ടി ക്ലെയിം എന്നാണ് നമ്മൾ കൂടുതലും വ്യക്തമായിട്ട്. ഫസ്റ്റ് പാർട്ടി എന്താണെന്ന് അറിയാൻ മാത്രമേ തേർഡ് പാർട്ടി ക്ലിയർ ആകുള്ളൂ. ഫസ്റ്റ് പാർട്ടി എന്താണെന്ന് മനസ്സിലായോ? ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് പാർട്ടിക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി ചേർത്ത് പറയാം. ഇപ്പൊ ഞാൻ എന്റെ വണ്ടി ഓടിച്ചു പോകുന്ന ആളാണ്. അത് ഒരു വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വണ്ടി ഓടിച്ചു പോവുകയാണ്. അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ആരും ഒന്നുമില്ല, ഒരു കാര്യം ഉണ്ടായില്ല, ആരും ഒന്നും ഇരിച്ചതുമല്ല, എന്റെ തന്നെ കുരുത്തക്കേടുകൊണ്ട് ഞാൻ മറുകുത്തി വീണെന്ന് വിചാരിക്കാം. ഓക്കെ, മറുകുട്ടി വീണ് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റി, ചിലപ്പോൾ കാലിനോ കൈയിനോ ഫ്രാക്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി ഹോസ്പിറ്റലിൽ പോയി, അങ്ങനെ കുറെ ചെലവുകളൊക്കെ വന്നു. വണ്ടിയാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ സ്ക്രാച്ചോ മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതും ഒന്ന് പൊളിഷൻ, അതിൻ്റെതായ ഇൻഷുറൻസ് ഉണ്ട് എല്ലാ വണ്ടിയും നമ്മൾ എടുക്കുന്നതിന് ഇൻഷുർഡ് ആക്കി തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇൻഷുറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പൊ അതിന്റെ ആ തേയ്മാനവും മറ്റു കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്നു. അവരെനിക്ക് ക്ലെയിം തരുന്നു. അത് അപ്പൊ ഞാൻ ഇൻഷുറൻസ് കമ്പനിയോട് എനിക്കുണ്ടായ ആ എന്താ പറയാ മെഡിക്കൽ എക്സ്പെൻസുകളും വണ്ടിക്കുണ്ടായ ആ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. അത് നമ്മളുടെ ഫസ്റ്റ് പാർട്ടി ക്ലെയിം ആണ്. ഇസ് ഇറ്റ് ക്ലിയർ നൗ? ഇപ്പൊ മനസ്സിലായോ? ഇനി അടുത്തതാണ് നമ്മൾ തേർഡ് പാർട്ടി ക്ലെയിം എന്താണെന്ന് പറയാൻ പോകുന്നത്. ഇവിടെ വന്നാൽ തേർഡ് പാർട്ടി എവിടെ നിന്ന് വന്നാണെന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ ഫസ്റ്റ് പാർട്ടി നമ്മൾ തന്നെയാണ്, സെക്കൻഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനിയാണ്. ഈ തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിൽ തന്നെ ഞാൻ വീണ്ടും പറയാം. ഞാൻ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉദാഹരണത്തിൽ വണ്ടി ഓടിച്ചു പോവുകയാണ്. എന്റെ മിസ്റ്റേക്ക് കൊണ്ട്
എന്റെ തന്നെ മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ അടുത്തുള്ള റോഡിന്റെ സൈഡിൽ കൂടി വെള്ളത്തിൽ കൂടി പോകുന്ന ഒരാളെ ഇടിച്ചിട്ടു എന്ന് വിചാരിക്കാം. അരികത്തിൽ കൂടി പോയ ആളാണ്, ആള് വീണു, ഞാനും വീണു, വണ്ടിയും വീണു. ഓക്കെ, ആ ആൾക്കും എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പറ്റി, അതായത് കാര്യമായിട്ട് വലിയ ബോട്ടിലൊന്നും അല്ല ഉദ്ദേശിച്ചത്, അതല്ലാതെ വലിയ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറ്റിയെന്ന് വരിക, കൈക്കൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കാം. അപ്പൊ ഉണ്ടല്ലോ, അപ്പൊ എന്ത് സംഭവിക്കും? എന്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പൊ എനിക്ക് ക്ലെയിം എന്റെ ഇൻഷുറൻസ് കമ്പനി തരും. പക്ഷേ എന്റെ മാത്രം ചെലവുകൾ, മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്താൽ പോരാ എന്റെ ഇൻഷുറൻസ് കമ്പനി. പിന്നെ ആരോട് മീറ്റ് ചെയ്യണം? എന്റെ കുഴപ്പം കൊണ്ട്, എന്റെ വണ്ടി കൊണ്ട് വേറെ ഒരാളുടെ മേത്തോ ആളുടെ പ്രോപ്പർട്ടിയിലോ, ആളുടെ മേത്ത് തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, എന്റെ ബാലൻസ് തെറ്റി ഞാൻ പോയി വേറെ ഒരിടത്തും അവിടെ വാലിലോടത്തും പാർക്ക് ചെയ്ത് വെച്ചിരുന്ന വണ്ടി വെച്ച് ഇടിച്ചു, അവിടുത്തെ വണ്ടിയുടെ എന്തെങ്കിലും സാധനം പൊട്ടിപ്പോകുമോ, അങ്ങനെയും വരാം. ഓക്കെ, അപ്പൊ അതിന് ഒരു വ്യക്തിക്കോ മറ്റേതെങ്കിലും പ്രോപ്പർട്ടീസിലോ നമ്മുടേതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ നമ്മൾ മൂലം വന്നിട്ടുണ്ടെങ്കിൽ അവരും നമ്മളോട് ഉപയോഗിക്കും, നമ്മളോടല്ല നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ചോദിക്കും. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് കൂടി ആ നഷ്ടം പരിഹരിച്ചു തരണം. അതാണ് എന്ത് വിളിക്കുക? തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. മനസ്സിലായോ എന്താണ്? ഉദാഹരണം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവണമെങ്കിൽ നമുക്ക് ആ സെന്റൻസ് വായിച്ച് മനസ്സിലാക്കാം. റൈറ്റ്, ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നോക്കി അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? തേർഡ് പാർട്ടി ക്ലെയിം എന്താണ്? തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത് ക്ലെയിംസ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ അഗെയിൻസ്റ്റ് അനദർ പേഴ്സൺസ് ഇൻഷുറൻസ് കമ്പനി. ഒരു ആള് മറ്റൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തില് ഞാൻ ചെന്ന് പോയി ആളുടെ ഇടിച്ചിട്ടു, അല്ലെങ്കിൽ വേറൊരാളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു, ആളുടെ വണ്ടിയിൽ ചെന്ന് കയറി ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റോ മറ്റെന്തെങ്കിലും കുത്തോ കുറച്ചൊക്കെ പൊട്ടിപ്പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ പറ്റുകയോ ചെയ്തു. എന്റെ ഒരു കാറൊക്കെ ആയിരുന്നു, അതിന്റെ വല്ല സ്ക്രാച്ചോ പെയിന്റോ ഒക്കെ പോയി. അപ്പൊ അത് മെയിൻ്റനൻസ് ചെയ്യണ്ടേ? അപ്പൊ അത് ആരുടെ ആണെന്നോ ആ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നു? നമ്മളോട് ചോദിക്കും. ഞാനല്ല കൊടുക്കേണ്ട കാശ്, ആര് കൊടുക്കണം? എന്റെ വണ്ടി മൂലം ഉണ്ടായ ആ ഒരു അപകടത്തിനോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസുകളോ മീറ്റ് ചെയ്യേണ്ടത് എന്റെ ഇൻഷുറൻസ് കമ്പനി. അതുകൊണ്ട് തന്നെ ഇന്ന് വണ്ടികളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി ക്ലെയിം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അതുകൂടി ഉദ്ദേശിച്ചിട്ടുള്ള പോളിസീസ് ആയിരിക്കും എടുപ്പിക്കുക. മനസ്സിലായ? വെഹിക്കിൾസിനാണ് അത് കൂടുതലും വരുന്നത് തേർഡ് പാർട്ടി ക്ലെയിം. കാരണം നമ്മള് മനഃപൂർവ്വമല്ല, പക്ഷെ അങ്ങനെ അബദ്ധത്താൻ വരുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അസ്യൂം ചെയ്തിട്ടാണ് അതൊക്കെ വരുത്തും. കാരണം വണ്ടി ഓടിക്കുന്ന മനുഷ്യന്മാരാണല്ലോ. മനുഷ്യന്മാരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കില്ല. ഇടയ്ക്കൊക്കെ നമ്മളുടെ പാടി പോകും, അല്ലെ? ചിലപ്പോൾ മാനസികമായിട്ടുള്ള ചില സംഘർഷങ്ങളാകാം, എന്തെങ്കിലുമൊക്കെ ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മളുടെ ശ്രദ്ധ അവിടുന്ന് വിട്ടുപോയാൽ തീർച്ചയായിട്ടും ഇത് വരും. അപകടങ്ങളും തെറ്റുകളും ഇതൊക്കെ വരുന്നത് മനുഷ്യർക്ക് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ ഈ ഒരു കാര്യം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്ന കാര്യം കൂടി വണ്ടികളിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ക്ലെയിംസ് രണ്ട് രീതിയിൽ ഓരോ എന്താ പറയാ ഇൻഷുറൻസ് കമ്പനിയും എടുക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട്. സെക്കൻഡ് പാർട്ടി അതിനകത്ത് വരില്ല. ബിക്കോസ് സെക്കൻഡ് പാർട്ടിക്കാരനാണ് ഈ ക്ലെയിം ഒക്കെ കൊടുക്കേണ്ട ആള്, അതായത് ഇൻഷുറൻസ് കമ്പനിയാണ്. അതുകൊണ്ട് സെക്കൻഡ് പാർട്ടി മതി കേട്ടോ തേർഡ് പാർട്ടി ക്ലെയിം. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? അടുത്തതിലേക്ക് പോവുകയാണേ. യെസ്, നെക്സ്റ്റ് വൺ എന്താണ്? അടുത്തത് എക്സ്ക്ലൂഷൻ ആണ്. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മീനിങ് വൈസ് എന്താ? എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അവോയ്ഡ്, അല്ലെ? ഒഴിവാക്കുക എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ചെലവുകൾ നമുക്ക് വന്നാലും അതെല്ലാം ഇൻഷുറൻസിന്റെ കവറേജിനകത്ത് വരുമെന്ന്. പക്ഷെ അതൊരു വെറും ധാരണയാണ്. ചില കാര്യങ്ങൾ, ചില മെഡിക്കൽ എക്സ്പെൻസുകൾ, ചില ഡിസീസസ്, ചില ട്രീറ്റ്മെന്റുകൾ ആർ നോട്ട് എൻലിസ്റ്റഡ് ഇൻ ദ ഇൻഷുറൻസ് കവറേജ്. ചില കാര്യങ്ങളൊന്നും ഇൻഷുറൻസിന്റെ കവറേജിനകത്ത് വരുന്നതല്ല, അതിനകത്ത് എൻലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അതായത് ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന എല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് എക്സ്ക്ലൂഷൻസ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കും എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് ഇതിന്റെ താഴേക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ അവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എക്സ്ക്ലൂഷൻ എന്താണെന്ന് മനസ്സിലായോ? സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ സർക്കംസ്റ്റാൻസസ് എൻലിസ്റ്റഡ് ഇൻ ദ പോളിസി ദാറ്റ് ആർ നോട്ട് കവേർഡ്. അതായത് പോളിസി കവർ ചെയ്യാത്തത് എന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കണ്ടീഷൻസും ചില സിറ്റുവേഷൻസും അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുക. ചില കാര്യങ്ങളൊന്നും പെടൂലാന്ന്, അയ്യോ ഇതിന് ഇൻഷുറൻസ് കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ലിസ്റ്റിൽ പെട്ടേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ചില കാര്യങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻസ് എന്ന് വിളിക്കുക. മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ വീണ്ടും ഹെൽത്ത് ഇൻഷുറൻസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വീണ്ടും അതൊന്നും കൂടി അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. റിപ്പീറ്റ് ചെയ്തപ്പോൾ കുറച്ച് മാറ്റം വന്നു മാത്രം. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, വിച്ച് മീൻസ് ദ മെഡിക്കൽ എക്സ്പെൻസസ്.
മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്ന ഇൻഷുറൻസ്, അതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതിന്റെ കൂടെ ഒരു സർജിക്കൽ എക്സ്പെൻസ് കൂടി കയറി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സർജിക്കൽ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി അതിന്റെ ചെലവുകൾ മാത്രമല്ല, വല്ല സർജറി ഒക്കെ വേണ്ടി വരുന്നു, അങ്ങനെയുള്ള ചെലവുകൾ ഇതെല്ലാം മീറ്റ് ചെയ്യുന്നത് ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾക്കും വേണ്ടി വരുന്ന ചികിത്സയ്ക്ക് അതിനൊക്കെ എന്തൊക്കെ ചെലവുകൾ വരുന്നുണ്ടോ അതൊക്കെ മീറ്റ് ചെയ്യുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്ന ടേം ആണ്. നമ്മൾ പഠിക്കുന്നതെല്ലാം മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നതിന്റെ ഹെഡിൽ വരുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ടേമുകൾ. അപ്പൊ അടുത്തത് മെഡിക്ലെയിം ഇൻഷുറൻസ് ആണ്. എന്താണ് മെഡിക്ലെയിം ഇൻഷുറൻസ്? കവേഴ്സ് ദ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ബേസ്ഡ് ഓൺ ദ മാക്സിമം സം ഇൻഷുർഡ് ഓർ അഷ്വേർഡ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന പോളിസിയിൽ ഒരു മാക്സിമം എമൗണ്ട് ഉണ്ട്. ആ മാക്സിമം എമൗണ്ട് നമുക്ക് അതുവരെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടും എന്ന് പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഇൻഷുറൻസ്, അതിനെയാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയാം, ഞാനിപ്പോ ഒരു പോളിസി എടുത്തിരിക്കുകയാണ്. ആ പോളിസിയുടെ എന്താ പറയാ സം അഷ്വേർഡ്, ഒരു സം അഷ്വേർഡ് ഉണ്ട്. അതിന് സം അഷ്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര രൂപയ്ക്ക് പോളിസിയാണ് നമ്മൾ എടുത്തേക്കണേ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ചിലപ്പോ 5 ലക്ഷത്തിന്റെ ആകാം, ചിലർ 10 ലക്ഷത്തിന്റെ എടുക്കുന്നുണ്ട്, 2 ലക്ഷത്തിന്റെ എടുക്കുന്നുണ്ട്. ഇപ്പൊ പഴയ പോളിസിയുടെ രൂപമൊക്കെ മാറി. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, കുറെ ഡ്യൂറേഷൻ ഭയങ്കര കൂടുതൽ, ഇത്ര സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് ആകാനായിട്ട്. 10 വർഷം, 15 വർഷം, 20 വർഷമൊക്കെ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ലംസം എമൗണ്ട് വർഷത്തിലൊക്കെ അടച്ചിട്ട് 10 വർഷം, ആദ്യത്തെ 10 വർഷം അടച്ചാൽ മതി, അല്ലെങ്കിൽ ആദ്യത്തെ ഇത്ര വർഷം അടച്ചാൽ മതി. ബാക്കി അത് കഴിഞ്ഞിട്ട് അത് അടയ്ക്കണ്ട, പൈസ അടയ്ക്കണ്ട. പിന്നെ വല്ല 15 കൊല്ലമൊക്കെ ആവുമ്പോൾ, അതായത് 5 വർഷം നമ്മൾ പേയ്മെന്റ് ഒന്നും കൊടുക്കാണ്ട് തന്നെ 15 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇരട്ടി എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോളിസീസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളൊരു എമൗണ്ടിന് ഒരു എമൗണ്ട് ഉണ്ട്, ഫിക്സേഷൻ എമൗണ്ട്. അതിനെയാണ് നമ്മൾ സം അഷ്വേർഡ് എന്ന് വിളിക്കുക. 10 ലക്ഷത്തിന്റെ ഉണ്ടാകും, 5 ലക്ഷത്തിന്റെ ഉണ്ടാകും, 1 ലക്ഷത്തിന്റെ ആയിരിക്കും. അപ്പൊ അതുവരെ ആ 1 ലക്ഷം വരെ ആ പറഞ്ഞിരിക്കുന്ന സം അഷ്വേർഡ് എത്രയാണോ അതുവരെയുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യാമെന്നുള്ള ഇൻഷുറൻസ്, അതിനെയാണ് നമ്മൾ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ഇപ്പൊ ഞാനൊരു പോളിസി എടുത്തിരിക്കുകയാണ്, ഞാൻ അത് ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ ഒക്കെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ പോളിസിയിൽ ഒരു വർഷത്തിൽ നമുക്ക് ഉണ്ടാകാവുന്ന ചില അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ആക്സിഡന്റുകൾക്ക് എന്താ പറയാ വർഷത്തിൽ ഇത്ര രൂപ, ആ സം അഷ്വേർഡ് എത്രയാണോ, ഇപ്പൊ 10 ലക്ഷത്തിനാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ ചെലവുകൾ അവര് വഹിച്ചോളാം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു സം അഷ്വേർഡ് കൊടുത്തിരിക്കുന്നത് മെഡിക്കൽ എക്സ്പെൻസുകൾ അതല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത്തരം ഇൻഷുറൻസിനെ നമ്മൾ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ മെഡിക്ലെയിം ഇൻഷുറൻസ് ഏതൊക്കെ കണ്ടീഷൻസിലാണ് അവൈലബിൾ ആകുന്നത്, എപ്പോഴൊക്കെ കിട്ടുമെന്ന്? ഇൻ ദ കേസ് ഓഫ് സഡൻ ഇൽനെസ്. എന്താ ഈ സഡൻ ഇൽനെസ്? രോഗം വിളിച്ചു ഘോഷിച്ചിട്ടാണോ വരുന്നത്? അതെ, ചില രോഗങ്ങൾ അങ്ങനെയാണ്, പതിയെ വരുന്നതാണ്. പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ ഈ ആക്സിഡന്റ്, അതും പെട്ടെന്ന് ഉണ്ടാകണം. നേരത്തെ കുട്ടി പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എപ്പോഴാണ് അപകടം ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ഇപ്പൊ വാഹനങ്ങളുടെ ഒക്കെ കാര്യങ്ങളൊന്നും എടുത്തു നോക്കിയാൽ നമ്മൾ വളരെ നല്ല രീതിയിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവറാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യങ്ങൾ വിചാരിക്കണം, നമ്മളല്ലാതെയുള്ള മറ്റു വ്യക്തികളെല്ലാം വളരെ കെയർലെസ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന് വ്യക്തമായ ധാരണയോടുകൂടി നമ്മൾ ഓടിക്കണം. കാരണം അവരൊക്കെ കെയർലെസ് ആണ്. സോ നമ്മൾ എത്ര കെയർഫുൾ ആയാലും അവർ കെയർലെസ് ആണ് എന്നുള്ള കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതനുസരിച്ച് ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ നമ്മൾ വണ്ടി ഓടിക്കാൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ആക്സിഡന്റുകളൊക്കെ മുന്നോട്ട് കൂട്ടിയൊന്നും പറഞ്ഞിട്ടല്ല വരിക. അപ്പൊ അത്തരം ആക്സിഡന്റുകളുടെ കേസസ്, അതുപോലെ എനി കൈൻഡ് ഓഫ് സർജറീസ്, പല രീതിയിലുള്ള സർജറീസ് ഒക്കെ നമുക്ക് ആ ഒരു പോളിസി പീരീഡിൽ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടുക. അപ്പൊ മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ കണ്ടീഷൻസ് ഇത്രയും കാര്യങ്ങളാണ്. ഇൻ കേസ് ഓഫ് സഡൻ ഇൽനെസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന രോഗങ്ങള്, ഇൻ ദ ഇവന്റ് ഓഫ് ആൻ ആക്സിഡന്റ്, ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോൾ, ആൻഡ് ഇൻ കേസ് ഓഫ് എനി സർജറി ഡ്യൂറിംഗ് ദ പോളിസി പീരീഡിലും നമുക്ക് ഉണ്ടാകാവുന്ന പല സർജറീസിനും ഇതൊക്കെ മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ അവിടെ വരെ? കുറെ ടേമുകൾ നമ്മൾ പറഞ്ഞു. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞു, ഇൻഷുർഡ്, ഇൻഷുറർ, പ്രീമിയം, ക്ലെയിം, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, എക്സ്ക്ലൂഷൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം കൊണ്ട് പറഞ്ഞത്. ഓക്കെ, ഇവിടെ വരെ നോ ഡൗട്ട്സ്. ദാറ്റ് മീൻസ് നമുക്ക് അടുത്തതിലേക്ക് പോകാമെന്നാണ്.
അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലുള്ള കുറച്ച് മേജർ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് തന്നെയാണ് അതും. അപ്പൊ ഇൻഷുറൻസ് കമ്പനികളുടെ ഒക്കെ കുറച്ച് പേരുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് വിചാരിച്ച് ഇത്രയും ഇൻഷുറൻസ് കമ്പനിയാണോ ആകെ ഇന്ത്യയിലുള്ളത് എന്ന ചോദ്യം വേണ്ട. ബിക്കോസ് അവിടെ പറയുന്നത് മേജർ വൺസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 6 ഇൻഷുറൻസ് കമ്പനികളുടെ പേര് അവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ ഈ 6 പേരുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. Aviva Life Insurance, Bajaj Allianz, Bharti AXA, ICICI Prudential, Max New York and MetLife India. ഇങ്ങനെ 6 തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. Once again, Aviva Life Insurance, Bajaj Allianz, Bharti AXA, ICICI Prudential, Max New York and MetLife India. ഇത്ര പേരുകൾ അറിഞ്ഞോട്ടാ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? പേരുകളൊക്കെ ഒന്ന് വായിച്ചു പറഞ്ഞൊക്കെ ഒന്ന് പ്രൊനൗൺസ് ചെയ്തൊക്കെ നോക്കാം. ഓക്കെ, യെസ്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്? ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകുന്നതിന്റെ വല്ല നേട്ടമുണ്ടോ? നമ്മൾ വിചാരിക്കുമോ ഈ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് അസുഖമൊന്നും വന്നില്ലെങ്കിലോ? അല്ലെ, വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്താ കുഴപ്പം? അത് എനിക്ക് അസുഖം വരില്ല എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതുമില്ല അല്ലെ. ഇന്നത്തെ ഒരു ജീവിത രീതി, നമ്മളുടെ ജീവിതത്തിന്റെ രീതികൾ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കാര്യം അവിടെ ബാക്കിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, ഇന്ന് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെയാണ്. അപ്പൊ നമ്മളെ പ്രതീക്ഷിച്ച് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അല്ലെങ്കിലുള്ള കാര്യങ്ങളോ ഒക്കെ വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയൊക്കെ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഒന്നാമത്തേത് ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്. അതായത് നമ്മളില്ലേ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ എന്തെങ്കിലും രോഗങ്ങളോ വരുമ്പോഴേ നമ്മൾ പെട്ടെന്നാണ് നമ്മൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കാറ്. നമുക്ക് ഇങ്ങനെയുള്ള പോളിസീസ് ഒന്നുമില്ലാതെ വിചാരിക്കാം. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി നമ്മൾ ആരോഗ്യമുള്ളപ്പോ ഇങ്ങനെ നടക്കുമ്പോൾ വിചാരിക്കും നമ്മളൊക്കെ വീരശൂരപരാക്രമികളാണെന്ന് അല്ലെ. എന്നെ രോഗങ്ങളൊന്നും ബാധിക്കില്ല, ഞാൻ വളരെ ഹെൽത്തി ആണ്, എനിക്ക് ഒരു ആക്സിഡന്റും പറ്റില്ല, കാരണം ഞാൻ വളരെ കെയർഫുൾ ആണ് അത്തരം കാര്യങ്ങളിലൊക്കെ എന്നൊക്കെ വിചാരിച്ച് നടക്കുമായിരിക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ മാത്രം നമ്മളുടെ ഹെൽത്തിനെ എന്താ പറയാ കെയർഫുൾ ആക്കി കൊണ്ടുവരുന്ന കാര്യമില്ല. മെനി അതർ ഫാക്ടേഴ്സ്, നമ്മളിലേക്ക് വരുന്ന മറ്റൊത്തിരി ഘടകങ്ങളും കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പോളിസി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള ഇൻസിഡന്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നൊന്നും വിചാരിക്കാം. സോ വി ഹാവ് ടു മേക്ക് മെനി പേയ്മെന്റ്സ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചികിത്സകൾ കിട്ടാൻ ഹോസ്പിറ്റൽസിൽ പൈസ കട്ടി വെക്കാതെ അവർ പറയും എന്ത് നമ്മളിങ്ങനെ കാലം അനക്കണമെങ്കിൽ ഡോക്ടേഴ്സ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡെപ്പോസിറ്റ് ദാറ്റ് മച്ച് മണി. ഇത്ര പൈസ നിങ്ങളവിടെ കെട്ടി വെക്കണോട്ടോ, ഓപ്പറേഷൻ വേണം, വലിയ ഓപ്പറേഷൻ ആണ്, ഇത്ര ലക്ഷമൊക്കെ പറയുന്നതിന് യാതൊരു വളരെ സിമ്പിൾ ആയിട്ടേ പറയുള്ളൂ അല്ലെ. അപ്പൊ എത്രയായിട്ട് പറയും, ഇത്ര ലക്ഷം കെട്ടി വെക്കണം എന്ന് പറയും. അപ്പൊന്നും ആലോചിച്ച് നോക്കി, ഈ കാശില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കണം. നമ്മള് വളരെ എന്താ പറയാ ചോര നീരാക്കി എന്നൊക്കെ ചില ആൾക്കാർ അധ്വാനിച്ചുണ്ടാക്കിയ കുഞ്ഞു സേവിങ്സ് എവിടെയെങ്കിലൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതൊക്കെ എടുത്തിട്ടായിരിക്കണം ഈ പറയുന്ന ചികിത്സയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക അല്ലെ. അപ്പൊ അത്ര ഫിനാൻഷ്യൽ ആയിട്ട് അങ്ങനെ ഒരു വലിയ തുക ഒറ്റയടിക്ക് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ ലീഡ് ദ ഫാമിലി ടു ഫിനാൻഷ്യൽ ക്രൈസിസ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുടുംബത്തോടൊപ്പം തന്നെ നമ്മൾ എന്തിലേക്ക് പോകും, സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും. പക്ഷെ മെഡിക്കൽ ഇൻഷുറൻസ് ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നു, it permits for patients to access high costly health care service. നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഒക്കെ ക്വാളിറ്റി സർവീസസ് ഒക്കെ കിട്ടാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ വലിയ തുക ഇങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ എടുത്ത് മാറ്റേണ്ടി വരില്ല പോളിസി ഉണ്ടെങ്കിൽ. കാരണം ഒരു പരിധി വരെ ആ പോളിസി എമൗണ്ടിൽ നിന്നും ഇത് എന്ത് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്ത് പോകും അല്ലെ. നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരുന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് കാശ്
അങ്ങോട്ട് മാറ്റണം അല്ലെ, കാശായിട്ടോ അല്ലെങ്കിൽ സ്വർണമായിട്ടോ അല്ലെങ്കിൽ വീടോ സ്വത്തോ വകയാക്കിയായിട്ട് അതൊക്കെ വിറ്റുപെറുക്കിയിട്ടായാലും ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഒറ്റയടിക്ക് അത് നമ്മള് ഈ ഒരു രോഗത്തിന് വേണ്ടി നമ്മൾ കെയർലെസ് ആക്കിക്കൊണ്ടല്ലേ, നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടല്ലേ അങ്ങനെ വരുന്നത്. അപ്പൊ ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളൊക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെയൊക്കെ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ്ലി ഹെൽത്ത് സർവീസസ് ക്യാൻ ഓൾസോ സെൻഡ് ഫാമിലീസ് ടു പോവർട്ടി. ഇനി ഭയങ്കര ചെലവേറിയ ട്രീറ്റ്മെന്റുകളൊക്കെ ഹോസ്പിറ്റൽസിൽ കിട്ടേണ്ടി വരുമ്പോ ചില കുടുംബത്തെ അത് എന്തിലേക്ക് നയിക്കും, ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. കാരണം നല്ല ഇപ്പൊ ഒരു ആള് അധികം ആവറേജ് ഇൻകം ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ഒരാളാന്ന് വിചാരിക്കാം, ഒരു ശരാശരി വരുമാനക്കാരൻ. ആളുടെ വീട്ടിലെ ആൾക്ക് എന്തെങ്കിലും വലിയ ഒരു അസുഖം വന്നു, അപ്പൊ കുറെ ദിവസത്തോളം ചികിത്സയിലായി ഹ്യൂജ് എമൗണ്ട് എന്താ പറയാ സർജറിക്കോ അല്ലെങ്കിൽ മറ്റു ട്രീറ്റ്മെന്റുകൾക്കോ ഒക്കെ വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ആ ഒരാളുടെ ജീവൻ തന്നെയാണ് ഇവിടെ ഏറ്റവും വലുത്, കാശൊന്നുമല്ല. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്നും കാശുണ്ടാക്കാം അല്ലെ. ആരോഗ്യമാണ്, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് നമ്മൾ പറഞ്ഞ് പ്രോവർബുകളൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലേ, കേട്ടില്ലേ? അപ്പൊ ഹെൽത്ത് തന്നെയാണ് ഏറ്റവും വലിയ വെൽത്ത്. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വെൽത്തും ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുള്ള ഹ്യൂജ് എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും, ആ വീടിന്റെ ആധാരം വിറ്റോ വർക്കോ എന്തെങ്കിലും എന്ത് ചെയ്യും, ഉള്ളതൊക്കെ വിറ്റുപെറുക്കി ആളുടെ ജീവൻ രക്ഷിച്ചെടുക്കാനായിട്ട് നോക്കും. അങ്ങനെ വരുമ്പോ ഈ ആളുടെ ജീവൻ രക്ഷിച്ച് വരുമ്പോഴേക്കും കിടപ്പാടില്ലാതായി പോകും. അങ്ങനെ ചിലപ്പോ ഇത്തരം ഹ്യൂജ് എമൗണ്ടുകൾ അല്ലെങ്കിൽ ഇത്തരം കോസ്റ്റ്ലി ഹെൽത്ത് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫാമിലീസ് ഇതിലേക്ക് പോകും, ദാരിദ്ര്യത്തിലേക്ക് പോകും. മെഡിക്ലെയിം ഇൻഷുറൻസ് ക്യാൻ അവോയ്ഡ് സച്ച് സിറ്റുവേഷൻസ്. ഇത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ ആരെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എന്തിനെ കൊണ്ട് പറ്റും? മെഡിക്ലെയിം ഇൻഷുറൻസുകൾ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസുകൾക്ക് സാധിക്കുമെന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പകുതി മുക്കാലും കാശൊക്കെ ആ രീതിയിലൊക്കെ എടുക്കാം. അത് നമ്മളുടെ ആ ഒരു പരിധിയിൽ അവരുടെ ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്ന തുകയൊക്കെ ആണെങ്കിൽ. ഓക്കെ, ഇനി മെഡിക്ലെയിം ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഓൾസോ കവേഴ്സ് ദ പെർമിറ്റ്സ് പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. എന്ന് പറഞ്ഞാൽ എന്താ, പേഷ്യൻസിന് അവർക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ എന്ത് രീതിയിലുള്ളതാണോ എന്നൊക്കെ ആലോചിച്ച് മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ എന്ന് വെച്ചാൽ അവരുമായിട്ട് ആലോചിച്ച്. കാരണം അവിടെ ഇപ്പോഴൊക്കെ ആണെങ്കിലേ അധികം കാശൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ഹോസ്പിറ്റൽസ് ആ രീതിയിൽ ഒരു ചെറിയ ഒരു അനാസ്ഥ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലും കാണും. കാരണം അത്ര ക്വാളിറ്റി സർവീസസ് ഒന്നും ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ മരുന്നുകളൊക്കെ ആണെങ്കിലും സെക്കൻഡ് തേർഡ് ക്വാളിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, വേണ്ട രീതിയിലുള്ള കെയറിങ് കൊടുക്കാതിരിക്കുക, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. ബിക്കോസ് അവരുടെ കയ്യിൽ അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള പണം ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ രീതിയിലെ ഹോസ്പിറ്റൽസ് ട്രീറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇന്ന് സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ മാറി മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ആലോചിച്ചു അവർക്ക് പേഷ്യൻസിനോട് ചോദിച്ചത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സർജറിക്ക് അല്ലെങ്കിൽ ഇതിനൊക്കെ ഇത്ര എക്സ്പെൻസ് ആണ് വേണ്ടത്, അപ്പൊ അത് നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് എന്ന് അവരോട് തന്നെ കാര്യങ്ങൾ കൺവേ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരോട് ആലോചിച്ചൊക്കെ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. കാരണം ഇടനിലക്കാരനായിട്ട് അവിടെ ആരുണ്ട് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ? മെഡിക്കൽ ഇൻഷുറൻസുകാരുണ്ട്. ഏതെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിൽ പോരായ്മകൾ കാണിച്ചാൽ അവിടെ ആര് ഇടപെടും? മെഡിക്കൽ ഇൻഷുറൻസുകാർ ഇടപെടും. കാരണം നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് ആണ് അതിന്റെ പേയ്മെന്റുകൾ നടത്തുന്നത്, ആ ചെലവുകൾ വഹിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ്. സോ അവർക്ക് അവിടെ എന്തെങ്കിലും പോരായ്മകൾ കണ്ടാൽ അവർ ചോദ്യം ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ തരുന്നത് കാശ് തന്നെയല്ലേ, ഇൻഷുറൻസ് ഉള്ള ആളാണ്. കാരണം അപ്പൊ അവിടെ അവർക്കും ക്വാളിറ്റി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ ആ ഒരു ഇന്റർമീഡിയറി അവിടെ ഉള്ളത് കൊണ്ട് സാധിക്കും. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ ട്രീറ്റ്മെന്റ് എവിടെ വേണം എന്നൊക്കെ ആലോചിച്ച് തീരുമാനിക്കാനുള്ള ഒരു കാര്യം എന്തിലും കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സ്കീമുകളിലുണ്ട്. അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് ഓൾസോ പ്രൊട്ടക്ട് us from high unexpected cost. അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ ചെലവുകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ നമുക്കൊരു സംരക്ഷണം തരാനും ഹോസ്പിറ്റലിലെ ഹെൽത്ത് ഇൻഷുറൻസുകൾക്ക് പറ്റുമെന്നുള്ളതാണ്. വലിയ അൺഎക്സ്പെക്ടഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത എമൗണ്ടുകളൊക്കെയാണ് ചില അസുഖങ്ങൾക്ക് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ അറിയാൻ പറ്റും അല്ലെ. ചില രോഗങ്ങൾക്കൊക്കെ വരുമ്പോ അതിന്റെ ടെസ്റ്റ് നടത്തണം, ആ ടെസ്റ്റിന് ഇത്ര രൂപയാണ്. ഓക്കെ, അത് ആ ടെസ്റ്റ് ചെയ്യും, അതിനുശേഷം കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ചിലപ്പോൾ സർജറീസ് ആക്കാം. അപ്പൊ അതിനൊക്കെ വരുന്ന എമൗണ്ട് ഹ്യൂജ് അൺഎക്സ്പെക്ടഡ് കോസ്റ്റ് ആണ് ഇതൊക്കെ. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഇതിനൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നു എന്നുള്ളതാണ്.
പിന്നെ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ക്യാൻ ബി അഫോർഡബിൾ ഫോർ എവരിവൺ. എല്ലാവർക്കും ഇൻഷുറൻസിന്റെ ഭാഗമാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് ഉള്ളവർക്കും എന്ത് ചെയ്യുന്നു, ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായാല് ക്വാളിറ്റി സർവീസസ്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടും. പാവപ്പെട്ടവരെന്ന് തരണമെന്നൊന്നുമില്ല. കാരണം ഇൻഷുറൻസ് കമ്പനി അത് കൊടുത്തില്ലെങ്കിൽ അവരെന്നെ ചോദ്യം ചെയ്യും. അതിന്റെ മുകളിലത്തെ പറഞ്ഞ ആ മൂന്നാമത്തെ പോയിന്റിന്റെ ഒക്കെ ഏകദേശം ആ ഒരു രീതി തന്നെയാണ്. ഓക്കെ, അപ്പൊ അവർക്ക് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആര് ചെയ്തോളും, മെഡിക്കൽ ഇൻഷുറൻസുകാര് ചെയ്തോളും. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ആൻഡ് ലാസ്റ്റ് വൺ ടാക്സ് ബെനിഫിറ്റ് ആണ്. ഇനി ടാക്സിന്റെ ഒരു ബെനിഫിറ്റ് കൂടി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്താ പറയാ, ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ആളുകളുണ്ട് അല്ലെ, വിഭാഗക്കാരില്ലേ, ഇൻകം ടാക്സ് വരുമാന നികുതി കൊടുക്കേണ്ടി വരുന്ന ആൾക്കാരില്ലേ. ഒരു എന്താ പറയാ മന്ത്ലി ഇൻകം ഇത്ര എമൗണ്ടിന് എബവ് ആണെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്ര ലക്ഷം രൂപയ്ക്ക് അധികം ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ എമൗണ്ടിന്, ഇൻകമിന് ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ആ ടാക്സിന് വിധേയരായിട്ടുള്ള ആൾക്കാരുടെ ഇൻകം അനുസരിച്ച് ബേസ് ചെയ്തിട്ട് ടാക്സബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാര് ടാക്സ് കൊടുക്കേണ്ടി വരുമ്പോഴില്ലേ, അവരുടെ ഇൻകം എത്രയാണോ അതിന്റെ ഇത്ര പെർസെന്റേജ് ആയിരിക്കും ഇൻകം ടാക്സ് അതോറിറ്റി ടാക്സ് ആയിട്ട് അവരിൽ ചുമത്തുന്നത് അല്ലെ. അവരിൽ എന്താ പറയാ അവരോട് പറയുന്ന, അല്ലെങ്കിൽ ഇത്ര ശതമാനം ടാക്സ് നിങ്ങൾ ഇൻകമിന് തരണം എന്ന് അവരോട് ആവശ്യപ്പെടും, ഇത്ര പെർസെന്റേജ് ഓഫ് ടാക്സ്. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടി വരുന്ന ആ ടാക്സില് നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പോളിസി എടുത്തിരിക്കുന്ന ആളാണെങ്കിൽ ആ പോളിസിക്ക് വേണ്ടി അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ തുകയില്ലേ, പ്രീമിയം എമൗണ്ട്, ആ പ്രീമിയം ഒരു വർഷത്തേക്ക് നമ്മൾ എത്രയാണോ അടച്ച് ആ പ്രീമിയം എമൗണ്ട് അതിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ട് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന്റെ എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതിയാകും. അതുകൊണ്ടാണ് അവിടെ ഒരു ടാക്സ് ബെനിഫിറ്റ്, ടാക്സ് കൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ അഡ്വാൻറ്റേജസിൽ. ഒന്നുകൂടി പറയാം, പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറയുമായിരുന്നു കുറച്ചുകൂടി പറ്റുന്നത്. കിടന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് കയറൂല, ഉച്ച സമയമായതുകൊണ്ട് ഞാൻ പറയട്ടെ. ഇപ്പൊ ഒരു എന്താ പറയാ ഇത്ര രൂപയ്ക്ക് അധികം മുകളിൽ ശമ്പളമൊക്കെ മന്ത്ലി ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ എനിക്ക് ഇത്ര രൂപയിൽ എബവ് എനിക്ക് സാലറി ഉണ്ട്, മന്ത്ലി സാലറി വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു വർഷത്തിന്റെ അസസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീസ് നമ്മുടെ ടാക്സബിൾ പേഴ്സൺസിന്റെ ടാക്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഒരു വർഷത്തേക്ക് എനിക്ക് ഇത്ര രൂപ ഞാൻ ഇൻകം നേടുന്നുണ്ട്. അപ്പൊ ആ ഒരു വർഷത്തേക്ക് അവരുടെ ഒരു ലിമിറ്റേഷൻ എമൗണ്ട് ഉണ്ട്, അതിന് എബവ് ആണ് എന്റെ സാലറി എന്ന് വിചാരിക്കും ഒരു വർഷത്തേക്ക്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 5 ലക്ഷം രൂപ എനിക്ക് എന്തുണ്ട്, ഒരു ഇയർലി എനിക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ഒരു പേഴ്സൺ ആണ് ഞാൻ. 5 ലക്ഷം രൂപയ്ക്കാണ് എനിക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷെ ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് മുഴുവനും ടാക്സ് കൊടുക്കണ്ട, ബിക്കോസ് ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാണ്. അതിന് വേണ്ടിയിട്ട് ആ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ഞാൻ മാസത്തില് ഇത്ര രൂപ വീതം എന്ത് ചെയ്യുന്നത്, പ്രീമിയം അടയ്ക്കുന്നുണ്ട്. ഒരു 10,000 രൂപ വെച്ച് ഞാൻ പ്രീമിയം അടയ്ക്കുന്ന ഒരു പോളിസി എന്റെ കയ്യിലുണ്ട്. 10,000 രൂപയാണ് മന്ത്ലി അടയ്ക്കുന്നത്. അപ്പൊ അതൊരു വർഷത്തേക്ക് എത്രയായി, 12 into 10,000, 1,20,000, 1,20,000 രൂപ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രീമിയം ആയിട്ട് ഇങ്ങനെ അടയ്ക്കുന്നുണ്ട് ഒരു ഇയറിലേക്ക്. ഇയർലി ആണ് കൺവേർട്ട് ചെയ്യുന്നത്, കാരണം ടാക്സ് ഒക്കെ നമ്മൾ അസസ് ചെയ്യുന്നത് ഒക്കെ ഇയർലി ആയിട്ടായിരിക്കും. അപ്പൊ 5 ലക്ഷം രൂപ കൊടുക്കേണ്ട എന്താ പറയാ ഇൻകമുള്ള എനിക്ക് ഈ പറയുന്ന 1,20,000 രൂപ ഞാൻ പ്രീമിയം ആയിട്ട് അടച്ചത് എന്ത് ചെയ്യാം, ഈ 5 ലക്ഷത്തിൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന്റെ ടാക്സ് ഗവൺമെന്റ് കൊടുത്താൽ മതി. ഇൻകം ടാക്സ് ആയിട്ട് 5 ലക്ഷത്തിൽ നിന്ന് 1,20,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 3,80,000 രൂപയുടെ ടാക്സ് ഞാൻ അടച്ചാൽ മതി. അതിന്റെ എത്ര പെർസെന്റേജ് ആണോ ഗവൺമെന്റ് ചോദിക്കുന്നത് അതനുസരിച്ച് 2% ആണെങ്കിൽ 2%, 5 ആണെങ്കിൽ 5% അങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു ടാക്സിന്റെ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ അടയ്ക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അവിടെ എന്താണ് ഒരു ബെനിഫിറ്റ് തന്നെയല്ലേ. അതിൽ നിന്ന് കുറച്ചുകൊണ്ട് ബാക്കിയുള്ളതിനല്ലേ എനിക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അല്ലെങ്കിൽ എന്ത് വെച്ചാണ് ഇൻകം ടാക്സ് ആ ഉള്ള കാശിന്റെ മുഴുവൻ പെർസെന്റേജ് അവിടെ കൊടുക്കേണ്ടി പറഞ്ഞല്ലേ അല്ലെ. 5 ലക്ഷത്തിന്റെ 5% അല്ലെങ്കിൽ 5 ലക്ഷത്തിൽ നിന്ന് ആ ടാക്സ് പ്രീമിയം കൊടുത്ത പൈസ കുറച്ചിട്ട് ബാക്കിയുള്ളതിന്റെ 5% ആയിരിക്കും ഏതോ കുറവ്. തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞ കാര്യം കുറവായിരിക്കും. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ പോളിസിയുടെ ഭാഗമാകുന്നത് നല്ലതായിരിക്കും. അപ്പൊ ടാക്സ് ബെനിഫിറ്റിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമായാൽ കിട്ടുന്നതാണ്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഏതൊക്കെയാണപ്പോ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമായ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ്. ഡയറക്റ്റ് ഔട്ട് ഓഫ് പേയ്മെന്റ് may lead the family members or individuals to financial crisis. Health insurance can avoid such a situation.
അല്ലെ ഫാമിലികളെ എന്തിലേക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് നയിക്കാനായിട്ട് ഇത്തരം ഡയറക്റ്റ് ഔട്ട് ഓഫ് പേയ്മെന്റ് ഫ്രം പോക്കറ്റ്സ് പറ്റുന്നു. അതുകൊണ്ട് അതൊക്കെ ഇല്ലാതാക്കാൻ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന് പറ്റുമെന്നുള്ളതാണ്. കോസ്റ്റ്ലി ഹെൽത്ത് കെയർ ഫാമിലീസിനെ എന്താ പറയാ പോവർട്ടിയിലേക്ക് നയിക്കുന്നു. അതും അവോയ്ഡ് ചെയ്യാൻ മെഡിക്ലെയിം ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നു. മെഡിക്കൽ ഇൻഷുറൻസ് ഓൾസോ പെർമിറ്റ്സ് ദ പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. അവർക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി ഇടയിലുള്ളത് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള ചികിത്സകളും ക്വാളിറ്റി സർവീസസും കിട്ടുന്നു എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഇൻഷുറൻസ് ഓൾസോ പ്രൊട്ടക്ട്സ് us from ഹൈ അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളിൽ നിന്നും നമ്മളെ സംരക്ഷിതരാക്കുന്നതും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തന്നെയാണ്. മാത്രമല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ക്യാൻ ബി അഫോർഡബിൾ ഫോർ എവരിവൺ. എല്ലാവർക്കും ക്വാളിറ്റി ട്രീറ്റ്മെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമില്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ടാക്സ് ബെനിഫിറ്റ്. ടാക്സ് കൊണ്ടുള്ള നേട്ടവും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾക്കുണ്ട്. ഇവിടെ വരെ മനസ്സിലായോ എല്ലാവർക്കും? ഇനി ഡൗട്ട്സ് ഇത്രയും ഭാഗം കുറെ ടേംസ് ആണ് നമ്മൾ പറഞ്ഞ് കുറെ ടേംസ് പഠിച്ചതിന് ശേഷം ഇൻഷുറൻസ് ഫേമുകളുടെ പേരുകൾ, ഇൻഷുറൻസ് കമ്പനികളുടെ കുറച്ച് പേരുകൾ നമ്മൾ പ്രധാനപ്പെട്ടത് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാകുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസും നമ്മൾ പറഞ്ഞു. ഇത്ര വരെ യാതൊരു ഡൗട്ടും ഇല്ലല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉറങ്ങാണോ എല്ലാവരും? നോ ഡൗട്ട്സ് അല്ലേ? ഇല്ല. അപ്പൊ ഇതുവരെ എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യും 3 മണി വരെ. സോ 2 minutes ബ്രേക്ക്.
യെസ് ഓക്കെ തിരിച്ച് ആരെങ്കിലും പോയായിരുന്നു ഓക്കെ രണ്ടുപേരെ കാണാമല്ലോ. അശ്വതി മിസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ടീച്ചറിന്റെ ക്ലാസ് കൂടി ഞാനത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ യെസ്. അപ്പൊ ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് അതിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പങ്കാളികളായാൽ അതിൽ കവറേജ് വരുന്ന ചെലവുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. There are a lot of expenses covered under health insurance. ഹെൽത്ത് ഇൻഷുറൻസിന്റെ പദ്ധതിക്ക് കവറേജ് കിട്ടുന്ന ഒരുപാട് ചെലവുകളുണ്ട്. അതിൽ കുറച്ചൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് ഒരു പേഷ്യന്റിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊന്നും ഹോസ്പിറ്റലൈസ്ഡ് ആയി, ദാറ്റ് മീൻസ് ദ പേഷ്യന്റ് ബിക്കം ഇൻ പേഷ്യന്റ്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസ് ആണ് അല്ലെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയ പേഷ്യന്റ്. അങ്ങനെ ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഇൽനെസ് ഒക്കെ വരികയാണെങ്കിൽ, രോഗങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ പ്രകാരം ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുള്ള കവറേജ് കിട്ടുന്നു. അതായത് അവിടെ കിടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്ക് എന്തൊക്കെ ചെലവുകൾ വരുന്നുണ്ടോ അതിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും മീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. അപ്പൊ ഏതൊക്കെ ഇൻഷുറൻസിന്റെ പദ്ധതിയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു കവറേജിൽ വരുന്ന ചെലവുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻഷുറർ കൊടുക്കുന്ന ആ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്നാണ് അവിടെ താഴെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവുകൾ, ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ്, ICU ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാർജസ്, പിന്നെ എന്തെങ്കിലും സർജറീസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെലവുകൾ, പിന്നെ മറ്റ് കോസ്റ്റുകളായിട്ടുള്ള സർജിക്കൽ ടൂൾസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. അതായത് ഈ സർജറിക്കൊക്കെ എല്ലാ എക്യുപ്മെന്റുകളും അവിടെ എന്താ പറയാ നമുക്ക് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് സ്റ്റെറിലൈസേഷൻ ഒക്കെ കഴിഞ്ഞ് റീയൂസ് ചെയ്യാൻ പറ്റുന്നതല്ല എല്ലാ എക്യുപ്മെന്റ്സും. ചില എക്യുപ്മെന്റ്സ് ഹാസ് ടു ബി ഡിസ്പോസ്ഡ് ഫോർ ആഫ്റ്റർ യൂസിങ് ഫോർ എ പേഷ്യന്റ്. ഒരു പേഷ്യന്റിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യേണ്ട ചില മെറ്റീരിയൽസും ഉണ്ട്, ചില ടൂൾസ് ഒക്കെ ഉണ്ട്, സർജിക്കൽ ടൂൾസ്. അതുപോലെ തന്നെ രോഗനിവാരണം നടത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസും ഉണ്ട്. അത് ആ ഒരു പേഷ്യന്റിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, അത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. നമ്മൾ രോഗി പോയി എഴുന്നേറ്റ് പോയി വാങ്ങിച്ചു കൊടുക്കണ്ട, അവരുടെ ബൈസ്റ്റാൻഡേഴ്സോ റിലേറ്റീവ്സിനോടൊക്കെ പറയും ഇന്ന സാധനം വാങ്ങിക്കുക എന്ന്. സർജറിക്കൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ് പറയാം. അപ്പൊ അത് വാങ്ങിച്ച് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഫാർമസിന്നോ അവിടെ ഇല്ലെങ്കിൽ പുറത്തുനിന്നോ എവിടെന്നാന്ന് വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. അപ്പൊ അതിന്റെ ചെലവുകൾ അല്ലെ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സർജിക്കൽ ടൂൾസും ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസും അങ്ങനെ വരുന്ന ചെലവുകൾ. അപ്പൊ ഈ പറയുന്ന എല്ലാ ചെലവുകളും ഒരു ഇൻപേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ എന്താ പറയാ ചെലവുകൾ മീറ്റ് ചെയ്യുന്നതാണ് ഇൻ ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ എന്തൊക്കെ ചെലവുകളാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. റൂം റെന്റ്, ICU ചാർജസ്, നഴ്സിംഗ് ചാർജസ്, ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഫീസ്, പിന്നെ സർജറി, അതുപോലെ തന്നെ മറ്റ് കോസ്റ്റുകൾ, സർജിക്കൽ ടൂൾസും മെറ്റീരിയൽസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസും ഒക്കെ. ഇതൊക്കെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ക്ലിയർ ആയോ? ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ മനസ്സിലായോ? അത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്ന ചെലവുകളാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ പറയാ ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പോൾ മാത്രമേ ചെലവ് വരുന്നുള്ളൂ. ഒരു രോഗിയെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ആളെ അവിടെ അഡ്മിറ്റ് ചെയ്തു, അപ്പോഴല്ലേ ചെലവുകൾ വരാ. ഡോക്ടർ നോക്കിയതിന്റെ, അതുപോലെ തന്നെ സർജറിയോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ച് മുറിയൊക്കെ എടുത്തു, അതിന്റെയൊക്കെയാണോ വരുന്നത്? അത് മാത്രം അവിടെ നിന്നാണോ ചെലവുകൾ തുടങ്ങുന്നത്? അല്ല. There are certain expenses which occur before hospitalization. അത് ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പും ചില ചെലവുകൾ വരാറുണ്ട്. എന്ന് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് ഡോക്ടർ കൺസൾട്ടേഷൻ. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തത്, അഡ്മിറ്റ് ചെയ്യുന്നത് അതിനുശേഷമാണ്. എപ്പോഴാണ് ഡോക്ടർ നോക്കി പരിശോധിച്ച് നമ്മുടെ രോഗത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയാലല്ലേ അഡ്മിറ്റ് ചെയ്തോ വേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പൊ കിടത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോ ഒക്കെ പെട്ടെന്ന് തന്നെ നോക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവൂല. അപ്പൊ അതിന്റെയൊക്കെ ടെസ്റ്റ് വരട്ടെ. അപ്പൊ അതിന് മുമ്പ് തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് നടത്താൻ വേണ്ടി. അങ്ങനെയുള്ള റിസൾട്ടുകൾ, അതിന്റെ ചെലവുകൾ, പ്രൈമറി പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള രോഗമായിട്ട് വന്നപ്പോ ആദ്യം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നതിനോ കൺസൾട്ടേഷന്റെ ഒക്കെ തൊട്ട് താഴെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെറിയ പ്രൊസീജിയേഴ്സ് ആളിൽ ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം, ചില ഡ്രസ്സിംഗ് ആയിരിക്കാം അല്ലെ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളത്. പിന്നെ പ്രിവെന്റീവ് സർജറീസ്, ഇപ്പൊ ചിലപ്പോൾ ഭയങ്കര ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് മൂലമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത സർജൻ എന്താ പറയാ ബ്ലഡ് എന്താ പറയാ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, അതിനുവേണ്ടി നടക്കുന്ന സർജറീസ്, അതാണ് പ്രിവെന്റീവ് സർജറീസ് പറയുന്നത്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉള്ള സർജറീസ്. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും മെഡിസിൻസ് അഡ്മിറ്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് വന്നിരിക്കുന്ന ഈ ചെലവുകളെല്ലാം തന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിലാണ് വരിക. ഇതെല്ലാം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതാണ്. ഓക്കെ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോ അത് ഇതൊക്കെ വരുന്നു. ദീസ് കൺസിസ്റ്റ് ഓഫ് എന്ന് പറയുന്ന ആ സാധനമില്ലേ, അതിൽ ദീസ് മാറ്റി അവിടെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കൺസിസ്റ്റ് ഓഫ് doctor consultation, medical investigations, primary procedures, preventive surgeries, diagnostics, etc. tests and medicines എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാമോ? അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ചേർത്ത് വായിക്കുന്നത് മാത്രം. ദീസ് കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് വായിക്കരുതിട്ടാ. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്, അതിൽ പെടുന്നത് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തേക്കണേ. അപ്പൊ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ള വേർഡ് നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് അവിടെ കിടക്കുന്നതിന് മുമ്പുള്ള ചിലവുകൾ. ഓക്കെ, കാരണം അത് അവിടെ എടുത്തു പറയാൻ കാരണം തൊട്ട് താഴെ അടുത്തൊരു എക്സ്പെൻസ് വരുന്നുണ്ട്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. എന്താ പോസ്റ്റ്? കഴിഞ്ഞിട്ടുള്ളത്. എന്ത് കഴിഞ്ഞിട്ടുള്ളത്? അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മോളിൽ കിടക്കത്തല്ലേ, ഒന്നാമത്തെ അല്ലേ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. റൂം റെന്റ്, ICU ചാർജസ്, നഴ്സിംഗ് എക്സ്പെൻസ്, ഡോക്ടർ കൺസൾട്ടേഷൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിശോധിക്കുന്നതോ അതുമായി ബന്ധപ്പെട്ടിട്ടോ സർജറീസ് ഒക്കെ അല്ല. ഇത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജിന് ശേഷം വരുന്ന ചെലവുകൾ എന്തൊക്കെയാണോ അത് മീറ്റ് ചെയ്യുന്നതാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. ഡിസ്ചാർജിന് ശേഷമാണ്. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ വീട്ടിൽ പോകുകയല്ലേ, പിന്നെന്താ ചെലവ് വരുമല്ലോ. അതായത് പോകുന്നതിന് മുമ്പ് ചിലപ്പോ എന്തെങ്കിലും പോകുന്നതിന് മുമ്പ് കുറച്ച് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്താൻ എഴുതാം, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് കഴിക്കേണ്ട മരുന്നുകൾ ചെയ്യുന്നതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെലവുകൾ വരാം. ഏതെങ്കിലും തെറാപ്പീസ് എന്തെങ്കിലും കൊടുത്തിട്ട് വേണം പോകാൻ, ആ തെറാപ്പി കൂടി കഴിയുന്നേ പോകാൻ പാടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സ്പെൻസുകൾ വരുന്നുണ്ട്, തെറാപ്പി ട്രീറ്റ്മെന്റ് കൊടുത്തതിന്റെ. അപ്പൊ അങ്ങനെയുള്ളത്. അപ്പൊ അങ്ങനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷവും there are some expenses which consist of post hospitalization consultation, diagnostic test, medicines, therapies, drugs. അതൊക്കെ ഇത് അതെന്താണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിനകത്ത് വരുന്നതാണ്. ഇതിന്റെയൊക്കെ ചെലവുകൾ ആര് ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുത്തോളം ഏത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇൻ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ കിടന്നതിന് ശേഷം ഉണ്ടാകാവുന്ന ചെലവുകളാണ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നുണ്ടാകുന്ന ചെലവുകളാണ്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിഷനൊക്കെ കഴിഞ്ഞു ഡിസ്ചാർജിന് ശേഷം ഉണ്ടാകാവുന്ന ചെലവുകളാണ്. മനസ്സിലായോ? എനി ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്തേക്ക് പോകാണേ. യെസ്, അടുത്തത് ഇനി എന്ത് ചെലവാണ് ഹോസ്പിറ്റൽ മീറ്റ് ചെയ്യുന്ന സോറി ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്ന? ആംബുലൻസ് ചാർജസ്. ചില പേഷ്യൻസിനെ cannot be brought by any other conveyance അല്ലെ, മറ്റേതെങ്കിലും മാർഗത്തിൽ കൂടി അല്ലാതെ ആംബുലൻസിന്റെ സഹായം അല്ലെങ്കിൽ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് ചാർജസ് ഈ പറയുന്ന ചാർട്ടിനകത്ത് വരും. നമ്മുടെ അവിടെ ബില്ലുകൾ വരുമ്പോ ഓരോന്നിന്റെ ബില്ല് അവിടെ റെക്കോർഡിക്കലി അവിടെ വരുന്നുണ്ട്. അപ്പൊ ആംബുലൻസ് ഉപയോഗിച്ചാണ് പേഷ്യന്റിനെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വീടുകളിൽ നിന്നാണെങ്കിൽ അങ്ങനെ എന്താ പറയാ വഴിയിൽ നിന്ന് അല്ലെങ്കിൽ ആക്സിഡൻസ് ഒക്കെ ആണെങ്കിൽ വഴിയിൽ നിന്നൊക്കെ ആയിരിക്കാം, അവിടെ നിന്നാണെങ്കിൽ അങ്ങനെ എവിടെ നിന്നാണോ കൊണ്ടുവന്നേക്കുന്നത് അതിന്റെ ബില്ല് ആംബുലൻസ് ചാർജസ് എന്ന് പറയുന്നത് അവിടെ റെക്കോർഡ്സിൽ കയറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് കൊടുക്കേണ്ടി വരും നമ്മള്. അപ്പൊ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ആംബുലൻസ് ചാർജസും ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്നതാണ്. ക്ലിയർ? വേറല്ലേ? അടുത്തത് ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ്. ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്താണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കൊച്ചുങ്ങളെ കൊണ്ടുപോയി നമ്മള് പകല് അമ്മമാര് ജോലിക്കൊക്കെ പോകുമ്പോൾ ഡേ കെയറിൽ കൊണ്ടുപോയാതാണ്. ഡേ കെയറിലൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഡേയ്സ് കെയർ കിട്ടുന്ന ട്രീറ്റ്മെന്റ്, ഒരു ഡേയുടെ മാത്രം കെയറിങ് കിട്ടും. അതായത് നമ്മൾ ഇൻപേഷ്യന്റ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്, അതായത് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യണം. ഈ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചില ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഉണ്ട്. അഡ്മിറ്റഡ് ആയാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ഇൻഷുറൻസ് ഉള്ള ആൾക്കാർ അഡ്മിറ്റഡ് ആകും. കാരണം ആ ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടാൻ വേണ്ടി.
വലിയ ചെലവുകളാണ്. ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ കൂടി വലിയ ചെലവാണത്. അപ്പൊ അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ അതിന്റെ കവറേജ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ എടുക്കുന്നുണ്ട്. അതുകൂടാതെ ചില അസുഖങ്ങളുണ്ട്, ഒരു ഡേയുടെ മാത്രം ട്രീറ്റ്മെന്റ് കിട്ടേണ്ട, ഒരു ഡേ കെയർ മാത്രം ട്രീറ്റ്മെന്റ് കിട്ടേണ്ട ചില അസുഖങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ചില പോയിസണസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇതുപോലെ സ്നേക്ക് ബൈറ്റോ ഒക്കെ കിട്ടിയിട്ട് അങ്ങനെ ഒരു ഡേ മാത്രം നമുക്ക് അവിടെ കെയറിംഗ് ഒബ്സർവേഷനിൽ കിടത്തുള്ളൂ അല്ലെ. എന്തെങ്കിലും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസം മുഴുവൻ അവിടെ ഒബ്സർവേഷനിൽ കിടത്തും. അപ്പൊ ചിലപ്പോ ഇന്ന് വൈകുന്നേരം കൊണ്ടുപോയിട്ട് നാളെ വൈകുന്നേരം ആ സമയമാകുമ്പോഴേക്കും അവർ ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ വലിയൊരു ഇൻപേഷ്യന്റ് അല്ല, ആ ഒരു ഒബ്സർവേഷൻ പീരീഡ് ആ ഒരു 1 ഡേ എന്നുള്ളതാണ്. അപ്പൊ ഒരു ദിവസത്തിൽ കുറയാതെ ഉള്ള സമയത്ത് നമുക്ക് ഒരു കെയർ, ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ഹോസ്പിറ്റലിൽ കിട്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കവറേജ് കിട്ടുന്ന എക്സ്പെൻസ് ആണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ടാകുന്ന ആ ഒരു ദിവസം എന്തൊക്കെ ചെലവ് നമുക്ക് വന്നിട്ടുണ്ടോ അതെല്ലാം ഇൻഷുറൻസ് കമ്പനി തരുന്നതായിരിക്കും. അതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സ്ലൈഡ്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് ആണ്. ഡേ കെയർ ട്രീറ്റ്മെന്റും ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷും ഒന്ന് തന്നെയല്ല കേട്ടാ, രണ്ടൊന്നാണെന്ന് വിചാരിക്കരുതേ പ്ലീസ്. അപ്പൊ ഇനി എന്താണെന്ന് നോക്കിയേ, ഇതിനകത്ത് ഈ ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷിനകത്ത് പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ലംസം എമൗണ്ട്, അതായത് നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ആശുപത്രിയിൽ കിടന്നു ആ ചെലവുകൾ ഓരോ ദിവസത്തെ ചെലവായിട്ട്, ഇപ്പൊ ഇന്ന് ഒരു ദിവസത്തെ ചെലവുകൾ ഒരു പേഷ്യന്റിനെ അവിടെ കണ്ടിപ്പോ ഇത്ര രൂപ, അതിന്റെ ബില്ല് ഉണ്ടാവുമല്ലോ, ഇത്ര രൂപകൾ അതിങ്ങനെ കുറച്ച് കൂട്ടി വെച്ച് അന്ന് വൈകുന്നേരം ഇൻഷുറൻസ് കമ്പനി ആ ഒരു ലംസം എമൗണ്ട്, ലംസം മീൻസ് ഫുൾ ക്യാഷ് ആയിട്ട് അന്നത്തെ ചെലവുകളൊക്കെ ഫുൾ ക്യാഷ് ആയിട്ട് അന്ന് പേ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ വീണ്ടും അതേ പേഷ്യന്റിന് അതേ വേറെ എന്തെങ്കിലും ചെലവുകളൊക്കെ അന്ന് വൈകുന്നേരം ആകുമ്പോൾ നോക്കിയിട്ട് അതിന്റെ ലംസം എമൗണ്ട് അങ്ങനെ കൊടുക്കുന്നു. അപ്പൊ ഡെയിലി ക്യാഷ് പേയ്മെന്റ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയും പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് വിളിക്കാം. ഇപ്പൊ ഇന്ന് ഞാൻ എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു, ഒരു വൈകുന്നേരം ആയിട്ട് ബില്ലൊക്കെ വന്നപ്പോ എല്ലാം കൂടി കൂട്ടി ഒരു 10,000 രൂപ ഇൻഷുറൻസ് കമ്പനി ആ ഒരു 10,000 പേ ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം അധികം ആയില്ല, അടുത്ത ദിവസം ആയതുകൊണ്ട് അത്രയും പൈസ ഒക്കെ വന്നാൽ അടുത്ത ദിവസം വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഒരു 3,000 ആയിരിക്കും. അപ്പൊ അന്നേക്ക് വരുന്ന ആവുമ്പോൾ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനി ആ 3,000 പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഡെയിലി ക്യാഷ് പേയ്മെന്റ് ലംസം ആയിട്ട്, അതാണ് കൊടുക്കുന്ന ഇമ്പോർട്ടന്റ് വേർഡ്, ലംസം എമൗണ്ട് ആയിട്ടാണ്, ഫുൾ ക്യാഷ് ആയിട്ട് ഫുൾ എമൗണ്ട് ഒറ്റയടിക്ക് അവർ തുകയായിട്ട് എന്നിട്ട് ഇച്ചിരി കൊടുക്കുക എന്നല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ? ഓക്കെ. And the next one and the last one is income benefit കിട്ടുന്ന പോളിസീസും ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് ഇൻകം ബെനിഫിറ്റ് കിട്ടുന്ന പോളിസീസും ഉണ്ട് എന്നാണ്. ഇൻകം ബെനിഫിറ്റ് എന്താണത്? നമുക്കറിയാം, എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ രോഗിക്ക് വേണ്ടി വരുന്ന ചികിത്സാ ചെലവുകളൊക്കെ ഇൻഷുറൻസ് കമ്പനി വഹിക്കണം, സ്വാഭാവികം അല്ലെ? അത് കറക്റ്റ് ആണ്. കാരണം ആ രോഗി ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളാണെങ്കിൽ ആളുടെ ഹോസ്പിറ്റലിന്റെ എക്സ്പെൻസുകളൊക്കെ പേ ചെയ്യണം. എന്നാൽ certain advanced policies, ചില അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ട്. എന്താണ് അറിയുമ്പോൾ അവിടെ പ്രത്യേകത? അവര് ഈ പറഞ്ഞ രോഗിയുടെ ചികിത്സാ ചെലവുകൾ മാത്രമല്ല നോക്കുന്നത്, ആ രോഗി അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് ആ ആളുടെ അഭാവത്തിൽ ആ വീടിന് ആളുടെ നെടുന്തൂണായിട്ടുള്ള വീടിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആകെ മാറിയിട്ടുണ്ടാവും അല്ലേ? സാമ്പത്തിക ഭദ്രത ആകെ താറുമാറായിട്ടുണ്ടാവും. കാരണം ഇൻകം ഏൺ ചെയ്യുന്ന ആള് അവിടെ രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാണ്, ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഇവിടുത്തെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആകെ മാറി, കുട്ടികളെ പഠിക്കുന്നവരുണ്ടാകാം, കുട്ടികളുടെ ഭക്ഷണം മറ്റു കാര്യങ്ങൾ അല്ലെ, ഈ പറയുന്ന രോഗിയെ ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ ഫുഡ് മറ്റു കാര്യങ്ങൾ അവിടെ നോക്കാൻ നിൽക്കുന്നവർക്കാണെങ്കിലും ഫുഡൊക്കെ എത്തിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഭദ്രതയും താറുമാറായി കിടക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തില് അവരെ കൂടി ആ ഫാമിലിയെ കൂടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ എന്ത് ചെയ്യുന്നു, അവരുടെ ആ ഒരു ഇൻകം ഇല്ലാത്തത് കൊണ്ട്, അവരുടെ വരുമാനം ഇല്ലാത്തത് കൊണ്ട് അവർക്കുണ്ടായ നഷ്ടം കൂടി എന്താ പറയാ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില എക്സ്പെൻസുകൾ കൂടി മീറ്റ് ചെയ്യുന്ന പോളിസീസ് ആണ് ഇതിലുള്ളത്. ചില ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനകത്തുള്ളത്, എല്ലാ ഇൻഷുറൻസ് പ്ലാൻസിലും ഇല്ല. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ചില അഡ്വാൻസ്ഡ് പ്ലാൻസിലാണ് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പൻസേഷൻ കൂടി കൊടുക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ എന്റെ വീട്ടില് ഇൻകം ഏൺ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരു മാസത്തോളായിട്ട് എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. സോ എന്റെ വരുമാനത്തിന്റെ ആ ഒരു നഷ്ടം എന്നെ മാത്രമല്ല ബാധിക്കുന്നത്, എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്റെ ഫാമിലിയെ കൂടി ബാധിക്കും തീർച്ചയായിട്ടും. അപ്പൊ അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആകെ മാറിപ്പോയിട്ടുണ്ടാകും. അപ്പൊ അവരെ കൂടി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ, അവർക്ക് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ആരും ഇല്ല എങ്കിലും തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കൂടി ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ട് എന്നാണ്. അതാണ് ഇൻകം ബെനിഫിറ്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? പറയേ, ഉറങ്ങിപ്പോയി എല്ലാവരും.
ഇല്ല. അപ്പൊ നമ്മള് എക്സ്പെൻസസ് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളിൽ എന്തൊക്കെ എക്സ്പെൻസുകളെയാണ് മീറ്റ് ചെയ്യുന്നത്, ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, ആംബുലൻസ് ചാർജസ്, ഡെയിലി ക്യാഷ് കെയർ ട്രീറ്റ്മെന്റ്, അതായത് ഡേ കെയർ ട്രീറ്റ്മെന്റ്, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, ഇൻകം ബെനിഫിറ്റ്. ഇൻകം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാലേ അൻവറിന് മനസ്സിലായില്ല? അതായത് നമ്മള് ഇപ്പൊ നമ്മള് ഒരു വീട്ടില് എന്താ പറയാ ഒരു ഇൻകം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് വിചാരിക്കേ. എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തി, ഒരു എന്താ പറയാ വരുമാന മാർഗം, ഏക ആശ്രയമായിട്ടുള്ള വരുമാന മാർഗം ഞാനായിരുന്നു. എന്റെ വീട്ടില് ഞാൻ അങ്ങനെ അയ്യോ വോയിസ് പോയാ ഓക്കെ. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീട്ടിലേ അതെല്ലോ എന്താ വെച്ചി? ഓക്കെ. അപ്പൊ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് എന്റെ വീടിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആകെ മാറി. കാരണം എന്റെ ഇൻകം അവിടെ വരുന്നില്ല, എന്റെ വരുമാന മാർഗം അവിടെ നഷ്ടപ്പെട്ടു. കാരണം ഞാൻ എന്ന് പറയുന്ന വരുമാന മാർഗം ഹോസ്പിറ്റലിൽ കടന്നു കഴിഞ്ഞാൽ എനിക്ക് ശമ്പളമില്ല, അല്ലെങ്കിൽ കൂലിയില്ല, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ സാലറി അവിടെ ഇല്ല. അപ്പൊ എന്റെ വീടിന്റെ സാമ്പത്തിക ഘടന ആകെ മാറിയില്ലേ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആകെ മാറിയില്ലേ? കാരണം കുട്ടികളുടെ പഠനവും മറ്റു കാര്യങ്ങളും അവർക്ക് വേണ്ടി വരുന്ന ചെലവുകളൊക്കെ ആര് വെയിറ്റ് ചെയ്യും, ആര് സപ്പോർട്ട് ചെയ്യും? നമ്മൾ കൂടെ നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഫിനാൻഷ്യൽ ലോസ്, നമ്മുടെ ഇൻകമിൽ ഉണ്ടാകുന്ന ആ നഷ്ടത്തെ പരിഹരിക്കുക എന്ന് ഉള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യവും ചില ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇൻകം ബെനിഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് പ്രൊവൈഡ് എ ലംപ് സം to your family to replace the lost income for the family in case of your absence. നമ്മുടെ അഭാവത്തെ നമ്മളാൽ ഉണ്ടാകുന്ന വരുമാന നഷ്ടം ഒരു പരിധി വരെ നികത്താൻ, ആ ഒരു നഷ്ടത്തെ ഇല്ലാതാക്കാൻ ഒരു ലംസം എമൗണ്ട് ചില ഇൻഷുറൻസുകൾക്കുള്ളത് ക്യാഷ് ആയിട്ടാണ്. വെരി ഗുഡ്, ക്യാഷ് ആയിട്ട് നോക്കി അവിടെ പറഞ്ഞല്ലോ, ലംസം ടു ഫാമിലി, ഒരു ക്യാഷ് ആയിട്ട് ആ ഫാമിലിയെ ഒന്ന് പതുക്കെ സപ്പോർട്ട് ചെയ്യാം അല്ലെ. നമുക്കറിയാം ഒരു വ്യക്തിയുടെ അഭാവം എന്ന് പറയുന്നത് വ്യക്തിയുടെ അഭാവം വളരെ വലുത് തന്നെയാണ്. പക്ഷെ ഒരു പരിധി വരെ ആ വ്യക്തി ആണ് ആ വീട്ടിലെ താങ്ങും തണലും എന്താ പറയാ നമുക്ക് മറ്റുള്ളവർക്ക് എല്ലാം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരാളായിരുന്നു. ആ ആളുടെ അഭാവം വലിയൊരു അഭാവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആളുടെ അഭാവം മാത്രമല്ല ഉണ്ടാകുക, ഫിനാൻഷ്യൽ ലോസും അവിടെ വളരെയധികം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യം? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പാർട്ട് പോകാനോടത്തേക്ക് ഈ ഒരു പേജും കൂടിയാണ് ഞാൻ മുന്നേ ഫ്രണ്ട് അതായത് മോർണിംഗ് സെഷനിൽ എടുത്തത്. അതുകൊണ്ട് ഇതുകൂടി ഒന്ന് തീർക്കണം. യെസ്, ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ടേംസ് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു, എന്താ പറയാ എക്സ്ക്ലൂഷൻസ് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചിരുന്നു അല്ലെ. എക്സ്ക്ലൂഷൻസ് ദാറ്റ് മീൻസ് ദ കണ്ടീഷൻസ് ഓർ സിറ്റുവേഷൻസ് വിച്ച് ആർ നോട്ട് എൻലിസ്റ്റഡ് ഇൻ ദ ഇൻഷുറൻസ് പോളിസി കവറേജ്. ചില ഇൻഷുറൻസിന്റെ കവറേജിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ചില കണ്ടീഷൻസ്, ചില മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ, ചില ഡിസീസസ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻസ് എന്ന് വിളിക്കുക. ഇവിടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAI ചില ഇതുപോലുള്ള കണ്ടീഷൻസ്, ഡിസീസസ്, മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ ഈ പറയുന്ന പോളിസിയുടെ കവറേജിൽ വരില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ആ ഒരു ഫുൾ ഫോം IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന ചില ഡിസീസസ്, ചില കണ്ടീഷൻസ്, ചില സർക്കംസ്റ്റാൻസസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഏതാണ്? ഒന്നാമത്തെ കോസ്മെറ്റിക് സർജറി. കോസ്മെറ്റിക് സർജറി ഉണ്ടല്ലോ. എന്താണ് കോസ്മെറ്റിക് സർജറി? ഇത് സർജറി വിച്ച് ഈസ് ഫോർ ദ എൻഹാൻസ്മെന്റ് ഓഫ് അവർ അപ്പിയറൻസ്. നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് കോസ്മെറ്റിക് സർജറി. യൂഷ്വലി ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ആക്ടേഴ്സ്, ആക്ട്രസസ് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവരുടെ സൗന്ദര്യം അവർക്ക് നിലനിർത്തിയേ മതിയാകൂ. അതുകൊണ്ട് തന്നെ അവരതിന് എന്താ പറയാ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കുന്നുണ്ട്. അതൊരു ലക്ഷറി ആണ് അല്ലെ, ആഡംബരമല്ലേ? ശരിക്കും ആണ്, അത് ആവശ്യമല്ല, നെസസിറ്റി അല്ല അത്. കാരണം അത് നമ്മൾ എക്സ്ട്രാ നമ്മൾ ചെയ്യും. ഇപ്പൊ നമുക്ക് നമ്മളുടേതായ നിറം, ഭംഗി, അതുപോലെ തന്നെ ഹെയറിന്റെ സ്ട്രക്ചർ, ബോഡി സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കുറച്ചുകൂടി അപ്പിയറൻസ് വർദ്ധിപ്പിക്കാൻ, സൗന്ദര്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതൊക്കെ കോസ്മെറ്റിക് ആണ് അല്ലെ. അഡീഷണൽ ആയിട്ട് ബ്യൂട്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന അത്. അപ്പൊ അങ്ങനെ സർജറീസും ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. ബോഡിയുടെ സ്ട്രക്ചർ ഒക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ചില സർജറീസിന് ചില ആളുകൾ വിധേയരാകാറുണ്ട്. അങ്ങനെയുള്ള സർജറീസ് നമ്മുടെ ഇൻഷുറൻസിന്റെ കവറേജിൽ വരില്ല എന്നാണ് പറയുന്നത്.
ക്ലിയർ ആയോ? അത് വരില്ല. പിന്നെ IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന എന്താണ്? കൃത്രിമ ഗർഭധാരണം, ആർട്ടിഫിഷ്യൽ ആയിട്ട് കുട്ടികളെ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയാ ടെക്നിക്, അതാണ് IVF എന്ന് പറയുന്നത്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന ഫുൾ ഫോം അവിടെ ഇത് വെച്ചേക്ക്. ഇൻ IN ഐയുടെ ഫുൾ ഫോം ചെയ്ത ഇൻ വിട്രോ VITRO വിയുടെ ഫുൾ ഫോം അതാണ് വിട്രോ ഫെർട്ടിലൈസേഷൻ FERTILIZATION ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കൃത്രിമ ഗർഭധാരണത്തിന് വേണ്ടിയുള്ള ചെലവുകൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹോസ്പിറ്റൽസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതല്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പ്രഗ്നൻസി ആൻഡ് അബോർഷൻ. നമ്മൾ പറഞ്ഞു തൊട്ട് മുകളിൽ മെഡിക്ലെയിം ഹെൽത്ത് ഇൻഷുറൻസിനൊക്കെ നമുക്ക് കവറേജ് കിട്ടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ സഡൻ ഇൽനെസ്, അല്ലെ? ആകസ്മികമായി ഉണ്ടാകാവുന്ന രോഗങ്ങളായിരിക്കണം. പ്രഗ്നൻസി അതൊന്നുമല്ല, അബോർഷനും അതുമല്ല. കാരണം അതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു പ്രീപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് ഇതിന്റെ കവറേജിൽ വരുന്നില്ല. എന്നാൽ വീണ്ടും ഞാൻ പറയാണ്, there are some limitations and conditions by അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ചില കാര്യങ്ങളിൽ ചില ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനികൾ ഇന്ന് അതിന് ഇൻഷുറൻസിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഓൺലി ആഫ്റ്റർ എ വെയിറ്റിംഗ് പീരീഡ്. പക്ഷെ ഒരു വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അത് കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ പോളിസി എടുക്കുന്ന ആദ്യത്തെ ഇത്ര സമയം വരെ, ഇത്ര വർഷമാണ്, അതുവരെ ആണെങ്കിൽ കിട്ടില്ല, അതിനുശേഷം നമുക്ക് അതിന് കവറേജ് കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഇൻഷുറർ ക്യാൻ ഡിസൈഡ്. ഇൻഷുററിന്റെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുടെ ഡിസിഷൻ ആണ് അത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. അത് ഇറ്റ് ഈസ് വെസ്റ്റഡ് അപ്പോൺ ദം. അവരിൽ നിക്ഷിപ്തമാണ് ആ ഒരു അധികാരം തീരുമാനിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇൻഷുറൻസിന്റെ കാര്യങ്ങളായതുകൊണ്ട് ഇത് ബേസ്ഡ് ഓൺ സം ബിഗ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. തീർച്ചയായിട്ടും പല വ്യവസ്ഥകൾക്കും വിധേയമാണ് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കിയൊക്കെ നമ്മൾ കൊണ്ടുപോയി ഇൻഷുറൻസിൽ തല വെച്ച് കൊടുക്കണം. ഓക്കെ, നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ അയ്യോ ഞങ്ങൾ കണ്ടില്ലല്ലോ, അന്നേരം അത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ, ഇതൊന്നും നമ്മൾ പിന്നീട് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ്. whatever it is written agreement, it is an evidence. എന്ത് എഗ്രിമെന്റ് ആണെങ്കിലും ആ എഗ്രിമെന്റിൽ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഇൻഷുറർ എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം ഐ ആം എഗ്രിങ് എന്നാണ് നമ്മൾ സൈൻ ചെയ്തതായിട്ട് അർത്ഥം. ഓക്കെ, പിന്നീട് അയ്യോ ഞാൻ എന്ന് വെച്ചാൽ അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നൊന്നും നേരത്തെ പറയുന്ന കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിന് കിട്ടില്ല. എന്നാൽ ചില ഇൻഷുറൻസുകൾ കൊടുക്കുന്നുണ്ട്. അതിന് ഇത് പ്രത്യേകം ഡേറ്റോ ഒരു കാലയളവോ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് യൂഷ്വലി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ പറയുന്നത് പ്രഗ്നൻസിക്കും അബോർഷനും എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കിട്ടില്ലെന്ന് തന്നെയാണ്. Then the next one is miscellaneous charges. എന്താണ്? മറ്റ് ചെലവുകളാണ്. ഈ മറ്റ് ചെലവുകളുടെ എക്സ്പ്ലനേഷൻ ആണ് തൊട്ട് താഴെ കിടക്കുന്ന ആരോമാർക്കൊക്കെ വിട്ടാൽ other charges like admission charges, registration fees, service charges എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയുള്ള ചാർജസിനൊന്നും കിട്ടില്ല കവറേജ്. മിസ്സലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ് അതർ ചാർജസ് എന്ന് പറഞ്ഞ് തുടങ്ങിയേക്കണേ. ആ അതർ ചാർജസിന് മുമ്പിൽ കിടക്കുന്ന ആരോമാർക്കൊന്നും നമ്മൾ വെട്ടിയേക്കുക, അതിനുള്ളൂ. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കണ്ട. പക്ഷെ അവിടെ അറിയാതെ ഒരു ആരോമാർക്ക് വീഴുന്നു. ഓക്കെ, അപ്പൊ ഈ അഡ്മിഷൻ ചാർജും അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസും രജിസ്ട്രേഷൻ ചാർജും എന്തുകൊണ്ട് വരുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കും. അതായത് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന ചിലവാണ്. നമുക്ക് ചിലപ്പോ നമ്മളുടെ കൺവീനിയൻസ്, നമ്മുടെ സൗകര്യത്തിന് കുറച്ച് നേരത്തെ പോയി ഡോക്ടറെ കണ്ടിട്ട് ആദ്യം കാണണം. മറ്റുള്ളവരെ പോലെ ലൈനിലൊന്നും നമുക്ക് സമയം കളയാനില്ല. അപ്പൊ നമ്മൾ കുറച്ച് അഡ്വാൻസ് ഫീസ് ഒക്കെ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ബുക്ക് ചെയ്തേക്കാതായിരിക്കാം. അപ്പൊ അതൊരു എക്സ്ട്രാ ചാർജ് അല്ലേ, അതൊന്നും ഇൻഷുറൻസിന്റെ കവറേജിൽ പെടില്ല എന്നാണ് പറയുന്നത്. പിന്നെ മറ്റേതെങ്കിലും എക്സ്ട്രാ സർവീസ് നമ്മൾ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്, സാധാരണയുള്ള അവർക്ക് കൊടുക്കുന്ന സേവനമല്ലാതെ നമ്മൾ ആവശ്യപ്പെട്ട ഏതെങ്കിലും സേവനം ഹോസ്പിറ്റൽസിൽ നിന്ന്, അതിനും കിട്ടില്ല. യൂഷ്വലി ഇത് ഒരു ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശരാശരി ഒരു ഹോസ്പിറ്റലിൽ അതെ പേയ്മെന്റ് കൊടുത്തു, അപ്പൊ അതിന് കിട്ടും. ആ വാർഡില് നമ്മളിപ്പോ എന്താ പറയാ പേയ്വാർഡുകളിൽ എന്താ പറയാ പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് അപ്പൊ ചില കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊന്നും ഇൻഷുറൻസിന്റെ കവറേജിൽ വരില്ല. അല്ലാതെ ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കവറേജിനകത്ത് വരുന്നതാണ്. അപ്പൊ മിസ്ലേനിയസ് ചാർജസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതർ ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. IRDA പ്രകാരം അവോയ്ഡ് ചെയ്തിരിക്കുന്ന ചില ഡിസീസസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ് അടുത്തത്? ഹെൽത്ത് സപ്ലിമെന്റ് ആണ്. ഹെൽത്ത് സപ്ലിമെന്റ് എന്തിനാണ്?
ഹെൽത്ത് സപ്ലിമെന്റ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് എല്ലാവർക്കും ഓരോ ശരീരത്തിനും നമ്മൾ കഴിക്കുന്ന നമ്മളുടെ നാച്ചുറൽ ആയിട്ട്, അതായത് നമ്മൾ സാധാരണഗതിയിൽ കേരളത്തിലെ ആളുകൾ എന്തൊക്കെ ഫുഡാ കഴിക്കുന്നത് നമുക്കറിയാം അല്ലെ. അരി ഭക്ഷണം, പയറ്, പരിപ്പ്, പച്ചക്കറികള് അല്ലെ, മീറ്റ്, ഫിഷ് ഒക്കെ കഴിക്കുന്നവരാണ്. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇത് കൂടാതെ നമ്മൾ എക്സ്ട്രാ കുറെ ഫുഡൊക്കെ അവിടെ നിന്നൊക്കെ വാങ്ങി വെച്ച് ഇന്നത്തെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മൾ പലതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കഴിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ നമ്മുടെ ബോഡിയിൽ തെളിഞ്ഞ് കാണും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അതൊക്കെ ഇല്ലാതാക്കാൻ, പിന്നെ അതൊക്കെ ബേൺ ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ വേറെ കുറെ കാര്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ്. ഹെൽത്ത് സപ്ലിമെന്റുകൾ, പ്രോട്ടീൻ ഷേക്സ് ഒക്കെ കുടിക്കുക അല്ലെ. ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാര് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഷേക്സ് കുടിക്കുക, അല്ലെങ്കിൽ വളരെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷേക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന പ്രോട്ടീൻസ്, ഇതൊക്കെ നമ്മുടെ എക്സ്ട്രാ ചെലവുകളാണ്. ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്ന ചെലവുകളായതുകൊണ്ട് ഇതൊന്നും തന്നെ ഇൻഷുറൻസ് കവറേജിൽ കൊടുക്കുന്നതല്ല. ഇതൊന്നും ഇതിന്റെ കവറേജിനകത്ത് പെടുന്നതല്ല. ഇന്ത്യയിലെ ഹെൽത്ത് സപ്ലിമെന്റുകൾ ആയിട്ടുള്ള പ്രോട്ടീൻ ഷേക്സ് ഒക്കെ അതിന്റെ എക്സ്പെൻസുകളൊന്നും കവർ ചെയ്ത് കിട്ടുന്നതല്ല എന്നാണ് പറയുന്നത്. Clear health supplement. And the next one is pre-existing health conditions. ഇനി നമുക്ക് നേരത്തെ കൂട്ടിയുള്ള രോഗങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു പോളിസി, ഞാനിപ്പോ ഒരു പോളിസി എടുക്കാൻ പോകാം. ആ പോളിസിയുടെ എടുക്കാൻ പോകുന്ന സമയത്ത് ഇഫ് ഐ ഹാവ് എക്സിസ്റ്റിംഗ് സം ഹെൽത്ത് ഇഷ്യൂസ്, എനിക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് നേരത്തെ കൂട്ടിയുണ്ട്, ഏതെങ്കിലും ചില രോഗങ്ങൾ, സോ വി ഹാവ് ടു ഡിസ്ക്ലോസ് ഇറ്റ് ഫ്രാങ്ക്ലി ടു ദ ഇൻഷുറർ. തീർച്ചയായിട്ടും എനിക്കുള്ള അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് അവർ ചോദിക്കുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഫ്രാങ്ക് ആയിട്ട് അത് ഓപ്പൺ ആയിട്ട് അങ്ങനെ പറയണം. ഒളിച്ചു വെച്ചിട്ടും പാത്ത് വെച്ചിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് ഒളിച്ചു വെച്ചും പാത്ത് വെച്ചും പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നുമില്ല. ചില രോഗങ്ങൾ അങ്ങനെ പെട്ടെന്ന് തന്നെയല്ല, ഇപ്പൊ പനി, ചുമ ഒക്കെ വരുന്ന പോലെ വരുന്ന അസുഖമില്ല, ചില മാരകമായിട്ടുള്ള രോഗങ്ങൾ അല്ലെ. അതൊക്കെ കുറച്ച് പതുക്കെ വന്ന് അങ്ങനെ മാരകമായതാണ് തീർച്ചയായിട്ടും. ഫോർ എക്സാമ്പിൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, ഇത് പല സ്റ്റേജസ് കഴിയുമ്പോഴാണ് അത് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ ഭയങ്കര ഗ്രേവ് ആയിട്ടുള്ള ഒരു ഇൽനെസ് ആയിട്ട് മാറുന്നത്. അതിന്റെ ഓപ്പറേറ്റ് അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജിലൊക്കെ ചിലപ്പോൾ അതിനെ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താനും മനസ്സിലാക്കാനും ഒക്കെ ചെയ്താൽ പറ്റിയ നമുക്ക് ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ അതിനെ നമ്മൾ ക്യൂർ ചെയ്യാനായിട്ട് ഹീൽ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് ഉറപ്പാണ് അല്ലെ. അതേസമയം അതൊക്കെ അങ്ങനെ നേരത്തെ ഉള്ള അതെ ഹെൽത്ത് സപ്ലിമെന്റിന്റെ താഴെയുള്ളത് ആരോമാർക്കൊന്ന് കട്ട് ചെയ്യുന്നായിരുന്നു കേട്ടോ. ഹെൽത്ത് സപ്ലിമെന്റിന്റെ താഴെ ഇനി ഇന്ത്യ എന്ന് തുടങ്ങുന്നതിന് മുമ്പിൽ ആരോമാർക്ക് ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്തേക്കണം. സോറി, ഞാൻ അതും കൂടി പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ ഒരു ഓണത്തിനത് അടുത്തേക്ക് പോയി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് പറയണം. അങ്ങനെയുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് എന്തില്ല കവറേജ് കിട്ടുന്നതല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്രകാരം. ഇപ്പൊ ഉദാഹരണത്തിന് BP, ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഡയബറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അതെ പോളിസി എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അതായത് ഞാനിപ്പോ പോളിസി എടുക്കാൻ പോകുന്നു, ആ സമയത്ത് ഓൾറെഡി എനിക്ക് ഇങ്ങനെയുള്ള ചില അസുഖങ്ങളുണ്ട്, അപ്പൊ അത്തരം അസുഖങ്ങൾക്ക് കവറേജ് കിട്ടില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഇനി അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം അവർ ചേർത്ത് പറയുന്നുണ്ട്, ആ അസുഖങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒപ്പം പറയുന്നുണ്ട് ഈ സമയത്ത് ഇൻഷുറർ ക്യാൻ ഡിസൈഡ് a waiting period which should be provided to the insured. അതിന് വേണ്ടിയിട്ട് ആ ഒരു കാലയളവ് ഇൻഷുറർക്ക് തീരുമാനിക്കാം. എന്നിട്ട് പറയും ഈ ഒരു വെയിറ്റിംഗ് പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ആ ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു ഇയർ വരെ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്നുണ്ട്. ആ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതായിട്ടുള്ള ബന്ധപ്പെട്ട രോഗങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അതിന് കവറേജ് കിട്ടില്ല. ആ പീരീഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കവറേജ് കിട്ടും. അപ്പൊ ഒരു വെയിറ്റിംഗ് പീരീഡ് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുമാര് ഇൻഷുറർ. ആ വെയിറ്റിംഗ് പീരീഡ് can be decided by the insurer himself. ഇൻഷുറൻസ് തന്നെയാണ് അതിന്റെ ആ വെയിറ്റിംഗ് പീരീഡിന്റെ കാലാവധി നിശ്ചയിക്കുന്നത്. ഒബിയസ്ലി അതൊരു പ്രത്യേക ഒരു കാലയളവ് എടുത്തു പറയുന്നത് 12 മാസം മുതൽ 48 months വരെ, 12 months to 48 months വരെയാണ് ആ ഒരു കാലയളവ് പറയുന്നത്. ചിലപ്പോൾ ഒരു വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്ന ചില രോഗങ്ങളായിരിക്കാം, ചിലപ്പോൾ 2 വർഷമായിരിക്കാം. അങ്ങനെ പരമാവധി മാക്സിമം 4 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് കൊടുക്കേണ്ട ചില അസുഖങ്ങൾ ഉണ്ടെന്ന് ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നോക്കും. അപ്പൊ അവിടെ അസുഖങ്ങളൊന്നും ഇല്ല, പിന്നീട് ആണെങ്കിൽ വരണമെങ്കിൽ അവർക്ക് കവറേജ് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് കവറേജ് കിട്ടുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ. ക്ലിയർ ആയോ? മനസ്സിലായോ? ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സെൽഫ് ഹാം. എന്താണ് സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ? എന്താ സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ? നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കാം. അതെങ്ങനെയാ? നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം എന്താണ്? സൂയിസൈഡ് അറ്റംപ്റ്റ്സ് അല്ലെങ്കിൽ സൂയിസൈഡുകൾ. തീർച്ചയായിട്ടും അതിനൊന്നും കവറേജ് കിട്ടില്ല. ഒരു പോളിസി എടുത്തു,
ഒരു 5-6 മാസം കഴിഞ്ഞ് വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നം, ഇതൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അപ്പൊ തന്നെ ചില ആളുകൾക്ക് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്ത് ചെയ്യും, പോയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും, കടുകയൊക്കെ അല്ലെ. അപ്പൊ വിചാരിക്കും, മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ഒരു പോളിസി ഉണ്ടല്ലോ, അതിനെ കൊണ്ടുള്ള ശല്യം നിങ്ങൾക്ക് തീർന്നിട്ട് എന്റെ കാശ് നിങ്ങൾ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയിട്ട് ഒരു കാര്യമില്ല ചെയ്തിട്ട്. കാരണം അവരൊന്നും ഓർക്കറിയില്ല ചിലപ്പോ ഇതിന് കവറേജ് കിട്ടുമോ ഇല്ലെന്നൊന്നും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവരങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊന്നും പരിഹാരമല്ല. ഇവിടെ ഈ കിടക്കുന്ന ആൾക്കാർ ബാക്കി ഇതിന്റെ വേണ്ടിയിട്ട് വേണ്ടി വന്ന ചെലവുകളും കൂടി വഹിക്കേണ്ടി വരും. അപ്പൊ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്കായിരിക്കും ആ ഒരു ഫാമിലി പോകുക. അപ്പൊ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് ഡസ് നോട്ട് കവർ എനി ഇഞ്ചുറീസ് ഓർ മെഡിക്കൽ ഇഷ്യൂസ് which are arising from the person that causes themselves harm. അതായത് സ്വന്തമായിട്ട് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹാംഫുൾനെസ് വരുത്തി വെച്ചിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മെഡിക്കൽ ഇഷ്യൂസോ ഇഞ്ചുറീസോ അതിനൊന്നും ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജില് കിട്ടില്ല, എക്സ്പെൻസ് കവറേജ് കിട്ടില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആര്? IRDAI തീരുമാനിച്ചതാണ്, മക്കളെല്ലാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നത്, അതൊക്കെ പ്ലാൻഡ് ആണ്. ആക്സിഡന്റലി സംഭവിക്കുന്നതിനാണ് ഇൻഷുറൻസ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും, അല്ലെ. ആക്സിഡന്റലി ഉണ്ടാകുന്നതിനാണ് ഇൻഷുറൻസ്. ഇതൊക്കെ പ്ലാൻഡ് ആണ്. ഒരു മിനിറ്റ് നേരത്തേക്ക് ചിലപ്പോൾ ഒരു സെക്കൻഡ് നേരം ആലോചിച്ചിട്ടല്ലേ ഇത് ചെയ്യാം എന്ന് ചിന്തിച്ചതുകൊണ്ടല്ലേ അങ്ങനെ പോയി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിനൊന്നും കിട്ടില്ല എന്നാണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള കവറേജിൽ വരാത്ത, ഇൻഷുറൻസിന്റെ കവറേജിൽ വരാത്ത ചില കണ്ടീഷൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത് IRDAI പ്രകാരം കേട്ടോ. അതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. ആ ഓരോ പോയിന്റ്, കോസ്മെറ്റിക് സർജറി ഏതൊക്കെയാണ് വരാത്തത്, കോസ്മെറ്റിക് സർജറി, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, മിസ്ലേനിയസ് ചാർജസ്, പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ, പിന്നെ ഹെൽത്ത് സപ്ലിമെന്റ് ആൻഡ് ഓൾസോ സെൽഫ് ഹാം. എത്ര ഉണ്ടത്? രണ്ടെണ്ണത്തിന്റെ ആരോമാർക്കും വെട്ടിക്കളയണോട്ടാണ്. അതായത് മിസ്ലേനിയസ് ചാർജസിന്റെ ഓരോരോ ആരോമാർക്കും വെട്ടുക, ഹെൽത്ത് സപ്ലിമെന്റിന്റെ താഴെയുള്ള ആരോമാർക്കും വെട്ടിക്കളയുക. ബിക്കോസ് അത് രണ്ടും മറ്റേ പോയിന്റിന്റെ അതിന്റെ തൊട്ടിൽ മുകളിലുള്ള പോയിന്റുകളുടെ എക്സ്പ്ലനേഷൻസ് ആണ്. ക്ലിയർ ആയതോ? അപ്പൊ നമ്മൾ ഇന്ന് ഒരു 3 പേജസേ എടുത്തിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് വാസ് മാക്സിമം ലിമിറ്റും തന്നെയാണ്, അത്രയും മതി. എളുപ്പമുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇത്രയും 3 പേജ് ഞാൻ എടുത്തത്. 1.5 മണിക്കൂർ എടുത്തു എന്നുള്ളത് തന്നെയല്ല, എളുപ്പമുള്ളതുമാണ് അല്ലെ. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലായല്ലോ. ആ ഫസ്റ്റ് പേജിലുള്ള എല്ലാ ടേംസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടേംസ് പല രീതിയിൽ പല പ്രാവശ്യവും തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അത് പഠിക്കണം. പിന്നെ IRDAI പ്രകാരം എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന കവറേജിൽ വരാത്തത്, പിന്നെ മറ്റേ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് നിർത്താണ്. ഓക്കെ, വായിച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. ക്ലാസ് ഇന്ന് ഇല്ല കേട്ടോ, ഇനി ക്ലാസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ 1.5 hours എടുത്തത്. ഓക്കെ, സോ സീ യു, ബൈ.